പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ഓരോ ദിവസവും വ്യത്യസ്തമായ ജീവിതത്തിൻ്റെ തുറകളിൽ നിന്നും ഓരോ പ്രിയപ്പെട്ടവരെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കേരളത്തിൽ മാഹിം എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച ഒരു വാത്സല്യ സഹോദരി, താൻ വളർന്നതും തൻ്റെ വിദ്യാഭ്യാസവും ജീവിതവും ഔദ്യോഗികമായ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ ബഹ്റിനിലാണ് തൻ്റെ ജീവിതകാലം മുഴുവനും ചിലവഴിച്ചത്. വേണ്ടതുപോലെ മലയാളം പറയാൻ അറിയത്തില്ല എങ്കിലും ഞാൻ പ്രിയ സഹോദരിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. തൻ്റെ സാക്ഷ്യം കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷിൽ നമ്മുടെ അരോമ ടി വിയിൽ എടുക്കാനിടയായി തീർന്നു, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ സാക്ഷ്യം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണത്. മലയാളത്തിൽ കൂടി പറയണം, മലയാളികളായ പ്രിയപ്പെട്ടവർ കേൾക്കണം എന്നുള്ളത് കൊണ്ട് എൻ്റെ നിർബന്ധം പ്രകാരം സിസ്റ്റർ ഇന്ന് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം അല്പസമയം തൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടി ജോയിൻ ചെയ്തിരിക്കുന്നു. ആകയാൽ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ പ്രിയ സ്മിത സിസ്റ്ററിൻ്റെ സാക്ഷ്യം കേൾക്കാം. നമ്മളൊരു പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ സ്മിത നവീദിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ് പാസ്റ്റർ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ സിസ്റ്റർ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ പേര് സ്മിത നവീദാണ്. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് നവീദാണ്, നവീദ് സഹോദര. ഞാനിപ്പം ബഹ്റിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് 3 മക്കളുണ്ട്, ആൺകുട്ടികളാ. യെസ് പാസ്റ്റർ, 3 ആൺകുട്ടികളുണ്ട്. ഓക്കെ, സിസ്റ്ററിനെ പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം എന്താണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്? ബാല്യകാലം മുതലിഞ്ഞോട്ടുള്ള നല്ല ഓർമ്മകൾ, അനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നതിന് സമയം വേർതിരിച്ചു കൊള്ളുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്റർ. യേശു ക്രിസ്തുവിന്റെ ശക്തമായ നാമത്തിൽ എല്ലാ അരോമ ടി വി പ്രേക്ഷകർക്കും പാസ്റ്റർ ഡാനിയൽ ജോണിനും സ്നേഹവന്ദനം. എനിക്ക് കർത്താവ് ഒരുക്കി തന്ന ഈ നല്ലൊരു അവസരത്തെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ പേര് സ്മിത നവീദാണ്. എൻ്റെ ഹസ്ബൻഡ് നവീദാണ്, നവീദ് സഹോദര. എൻ്റെ അച്ഛനും അമ്മയും ഇവിടെയായിരുന്നു, ബഹ്റിനിൽ തന്നെയായിരുന്നു. ഞാൻ ഇവിടെ 39 വർഷമായിട്ട് ഞാൻ ബഹ്റിനിൽ തന്നെ. ഇത് എൻ്റെ ഒരു സെക്കൻഡ് ഹോമാണ്. അതുകൊണ്ടാണ് മലയാളത്തിൽ സംസാരിക്കാൻ ഇച്ചിരി ഒരു അധികം ഫ്ലുവൻസി ഇല്ല. എനിക്ക് 3 ആൺകുട്ടികളാണ്. എൻ്റെ മൂത്ത മോൻ ഇപ്പം സേഫ്റ്റി ഓഫീസറിന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ജോലിയിൽ കയറാൻ നോക്കുന്നു. 2ാമത്തെ മോൻ 10ൽ പഠിക്കുന്നു. 3ാമത്തെ മോൻ 2ൽ പഠിക്കുന്നു. അമ്മ ഇവിടുത്തെ ടീച്ചറായിരുന്നു. ഇപ്പൊ റിട്ടയർ ആയിട്ട് ഇപ്പൊ എറണാകുളത്തിലാണ് സ്ഥിര താമസം. നമ്മൾ ബേസിക്കലി മാഹിയിലാണെങ്കിലും അമ്മ വീടെടുത്തിരിക്കുന്നു എറണാകുളത്തിലാണ്. അമ്മ അവിടെയാണ് സ്ഥിര താമസമാക്കിയിരിക്കുന്നത്, എറണാകുളത്തിൽ. എനിക്ക് ഒരേ ഒരു അനിയത്തിയോളും, സൗമ്യ. അവള് HR എക്സിക്യൂട്ടീവായിട്ട് TCSൽ ജോലി ചെയ്യുന്നു. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ പറ്റി പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ആക്ച്വലി ഒരു ക്രിസ്ത്യ കുടുംബത്തിലല്ല ഞാൻ ജനിച്ചത്. ഒരു തനി ശക്തമായ ഒരു നമ്പ്യാർ കുടുംബത്തിലൊരു ജനിച്ചൊരു കുട്ടിയാണ് ഞാൻ. പക്ഷേ ഞാനൊരു വ്യത്യസ്തമായ ഒരു 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 ഹിന്ദു കുട്ടിയായിരുന്നു. ഈ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന പോലെ കുറെ ആയിരങ്ങൾ ദൈവം നമ്മളെ നോക്കുന്നുണ്ട്, കാത്തു രക്ഷിക്കുന്നുണ്ട്, അങ്ങനെയുണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു. ആ സമയത്ത് വിശ്വസിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ജനിച്ചത് മാഹിയിലാണ്. ഒരു വയസ്സായപ്പം അമ്മയും അച്ഛനും എന്നെ, അമ്മൂമ്മയല്ല അച്ഛമ്മ, അച്ഛൻ്റെ അമ്മേൻ്റെ അവിടെ വിട്ടിട്ട് ഇവിടെ ബഹ്റിനിൽ വരേണ്ടി വന്നു. കാരണം ആ സമയത്ത് അച്ഛനമ്മക്ക് എന്നെ കൂടെ കൊണ്ടുപോകാൻ പറ്റാൻ ജസ്റ്റ് ജോലിയിൽ, അങ്ങനെ ഒരു സ്ഥിര ജോലിയല്ലായിരുന്നു, ജസ്റ്റ് ഒരു ജോലിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു സാഹചര്യം വന്നപ്പം അച്ഛനും അമ്മയും ഇവിടെ ബഹ്റിനിൽ വരേണ്ടി വന്നു. എന്നെ അച്ഛമ്മേൻ്റെ കയ്യിൽ വിട്ടിട്ട് അച്ഛനമ്മയും ഇവിടെ വന്നു ബഹ്റിനിൽ. അപ്പം ഒരു 3 വയസ്സായപ്പം എൻ്റെ അച്ഛമ്മയും അച്ഛൻ്റെ അനിയനും, അതായത് എൻ്റെ ആപ്പൻ എന്നാണ് നമ്മൾ അച്ഛൻ്റെ അനിയനെ വിളിക്കുന്നത്. അപ്പോൾ അപ്പൊ എന്നെ ഒരു കത്തോലിക്ക കിൻഡർ ഗാർഡൻ സ്കൂളിൽ അഡ്മിഷൻ എടുത്തു തന്നു. ലൈക്ക് ഞാൻ അവിടെ പോകാൻ തുടങ്ങി. അവിടെ ഇടവേള ശേഷം ബ്രേക്ക് ടൈം എന്ന് പറയില്ല, ഇടവേള വരുമ്പം നമ്മൾ പള്ളിയിൽ പോകണം. മാഹി പള്ളി എന്ന് പറഞ്ഞാൽ വലിയ പള്ളിയാണ്, നമ്മൾ അറിയപ്പെട്ട ഒരു വലിയൊരു പള്ളിയാണ്. എൻ്റെ അച്ഛൻ ആണെങ്കിൽ കേശവൻ വക്കീൽ എന്ന് പറഞ്ഞാൽ വലിയൊരു വക്കീലിന്റെ മോനാണ് എൻ്റെ അച്ഛൻ. അപ്പം അവിടെ എല്ലാവർക്കും അറിയാം അച്ഛനെയും, പിന്നെ നമ്മളെ കുടുംബത്തിന് എല്ലാവരും അറിയാം. സോ സിസ്റ്റർമാർ ഇങ്ങനെ എന്നെ കാണുമ്പോൾ നല്ല സ്നേഹത്തോടെ സംസാരിക്കണം. നമ്മളെ പള്ളിയിലൊക്കെ കൊണ്ടുപോകും. പള്ളിയിൽ കൊണ്ടുപോകുമ്പം ആ ഒരു സാഹചര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പാസ്റ്റർ. ചില കുരിശ് വരയ്ക്കലും മണി അടിക്കലും, പിന്നെ എപ്പോഴും ഞാൻ ആ ക്രൂശുമേൽ നോക്കുമ്പോൾ ക്രൂസിഫിക്സ് ഇല്ലേ,
ക്രൂസിഫിക്സ് എല്ലാ കത്തോലിക്ക പള്ളിയിലുണ്ടാവും. അപ്പൊ ക്രൂസിഫിക്സിൽ ഇങ്ങനെ കർത്താവിന് ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, അത് എന്താ കർത്താവ് അവിടെ ഇങ്ങനെ ക്രൂശിച്ച് ഇങ്ങനെ കിടക്കുന്നത്, ക്രൂശിൽ ഇങ്ങനെ ക്രൂശിച്ച് കിടക്കുന്നത്, മീൻസ് വൈ ഈസ് ഹി ഓൺ ദ ക്രോസ്. അപ്പം ഇങ്ങനെ രക്തമൊക്കെ ഞാനിങ്ങനെ സിസ്റ്റർമാരടുത്ത് ചോദിക്കും. എനിക്ക് ചെറിയ കുട്ടിയല്ലേ, ആ സമയത്ത് എന്ത് എനിക്കറിയാൻ ഒന്നും മനസ്സിലായില്ലായിരുന്നു. അപ്പം പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കർത്താവിനോട് പ്രാർത്ഥിക്കാൻ. ഒന്നും സത്യാവസ്ഥ ഒന്നും അറിയാത്ത ഒരു കുട്ടിയായിരുന്നു ഞാൻ. അപ്പോ 5 വയസ്സായപ്പോ അച്ഛനും അമ്മയും എന്നെ ഇവിടെ കൊണ്ടുവന്നു. ജോലിയൊക്കെ നല്ലതായി, ഒരു സ്ഥിര ജോലിയായി, സെക്യൂർഡ് ജോബ്. അപ്പം അച്ഛനും അമ്മയും എന്നെ ഇവിടെ കൊണ്ടുവന്നു. അമ്മ ഇന്ത്യൻ സ്കൂളിലെ ടീച്ചർ ആയതുകൊണ്ട് എനിക്ക് അതേ സ്കൂളിൽ അഡ്മിഷൻ എനിക്ക് കിട്ടി. അപ്പോൾ എനിക്കൊരു പ്രശ്നം വെച്ചാൽ നമ്മൾ സ്കൂൾ ഡയറിയിൽ മതമില്ല, റിലീജിയൻ കോളത്തിൽ ഹിന്ദു എന്ന് കാണുന്ന ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ അത് വെട്ടിയിട്ട് എപ്പോഴും ക്രിസ്ത്യൻ എന്ന് എഴുതും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. പിന്നെ നമുക്കൊരു സ്വാമി മുറി ഉണ്ടായിരുന്നു, നമ്മളെ വീട്ടിലൊരു സ്വാമി മുറി ഉണ്ടായിരുന്നു. സ്വാമി മുറിന്റെ സെന്റർ പോർഷനിൽ, അതിന്റെ സെന്റർ പോർഷനിൽ ഈ കൃഷ്ണ ഭഗവാന്റെ മൂർത്തിയും വിഷ്ണുവിന്റെ മൂർത്തിയും അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ എന്താ പറയാ, റൈറ്റ് സൈഡ് വലത്ത് വശത്ത് യേശു ക്രിസ്തുവിന്റെ പിക്ചറും മദർ മേരിന്റെ പിക്ചറും ഒക്കെ ആയിരുന്നു. അതിന്റെ ഇടത്ത് വശത്ത് ഒരു മോസ്കിന്റെ പിക്ചർ. എല്ലാ ദൈവങ്ങളെയും പൂജിക്കുമായിരുന്നു അച്ഛനും അമ്മയും. പക്ഷെ ഏറ്റവും വലിയ ഭക്തന്മാർ പറഞ്ഞാല് കൃഷ്ണദൈവത്തിന്റെ ഭക്തന്മാരായിരുന്നു അച്ഛനും അമ്മയും. പക്ഷെ എന്റെ മെയിൻ ശ്രദ്ധ എങ്ങോട്ടാ പോകുന്ന യേശു ക്രിസ്തുവിന്റെ പിക്ചർ എവിടെ വെച്ച് ആ വലത്ത് വശത്ത് എപ്പോഴും അവിടെയായിരുന്നു എന്റെ ശ്രദ്ധ പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ വർഷങ്ങൾ പോയിക്കൊണ്ടിരുന്നു പാസ്റ്റർ. ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആശിച്ചുകൊണ്ടിരുന്നു, അയ്യോ എനിക്കൊന്ന് പള്ളിയിൽ പോകണമേ, എനിക്കൊരു പള്ളി പോകണ ഒരു ആഗ്രഹം. പക്ഷെ അങ്ങനെ ഒന്നും പള്ളിയിൽ പോകാറൊന്നും ഇല്ലായിരുന്നു. അതും അമ്പലത്തിൽ പോലും വീട്ടിലുള്ള ആ പൂജയും അതൊക്കെയായിരുന്നു. എനിക്ക് ഒട്ടും മനസ്സില്ലായിരുന്നു. പക്ഷെ എന്നാലും അച്ഛനമ്മയോട് ചേർന്നിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷെ എന്റെ മെയിൻ ശ്രദ്ധ യേശു കർത്താവായിരുന്നു. ലൈക്ക് അപ്പോ ഞാനൊരു 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അസുഖം വന്നു. ലൈക്ക് തളർച്ച, നമ്മളെ എന്റെ സ്കിന്നിന്റെ കളറെല്ലാം മഞ്ഞിക്കാൻ തുടങ്ങി. രാത്രി പനി ഉണ്ടാവും, രാവിലെ പനി ഉണ്ടാവില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ക്ഷീണം, ലൈക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയായി വന്നപ്പോൾ അച്ഛൻ എന്നെ, ആ സമയത്ത് നമ്മൾ മനാമയിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള ഹെൽത്ത് സെന്ററിലെ നയം ഹെൽത്ത് സെന്റർ ആണ്, അവിടെ കൊണ്ടുപോയി അച്ഛൻ. എന്റെ ഇത് കണ്ടിട്ടേ ഭയങ്കര വിഷമമായി അച്ഛൻ എന്റെ സ്ഥിതി കണ്ടിട്ടേ, ഹെൽത്ത് കണ്ടീഷൻ കണ്ടിട്ട്. അപ്പോൾ അവിടെ നെയിം ഹെൽത്ത് സെന്ററിൽ കൊണ്ടുപോയപ്പം അവർ പറഞ്ഞു പനിയുണ്ട് കുട്ടിക്ക്, ബ്ലഡ് ടെസ്റ്റ് എല്ലാം നടത്താം. ബ്ലഡ് ടെസ്റ്റ് എല്ലാം നടത്തി റിപ്പോർട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് മോളെയും കൊണ്ട് വന്നു എന്ന് പറഞ്ഞു അവിടുത്തെ ഡോക്ടർ. അപ്പോൾ പക്ഷെ ഓരോരോ ദിവസവും കഴിയുമ്പോൾ എൻ്റെ ആരോഗ്യ അവസ്ഥ എന്താ പറയാ, ഭയങ്കര ഒരു ഭയങ്കര വഷളായി വന്നു. മീൻസ് ലൈക്ക് ഡീറ്റോറേറ്റഡ് എന്ന് പറയത്തില്ലേ. ഓരോരോ ദിവസം തോറുമ്പം വഷളായി കൊണ്ട് വന്നു. ഒന്നും തിന്നാൻ പറ്റുന്നില്ല, പനി ഭയങ്കരം. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇനി ഒരാഴ്ച ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല, ഞാൻ മോളെ കൊണ്ടുപോകാൻ പോവാ പിന്നെ തിരിച്ചിട്ട് നയം ഹെൽത്ത് സെന്ററിൽ. അപ്പോൾ അച്ഛൻ എന്നെ നയം ഹെൽത്ത് സെന്ററിൽ പിന്നെയും കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു മോൾക്ക് ഇങ്ങനെയാണ് പറ്റുന്നത്, ഭയങ്കര കണ്ടീഷൻ നല്ലതല്ല. പിന്നെ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് എങ്ങനെ എടുത്ത് നോക്കുമ്പം ഉടനെ ഡോക്ടർ പറഞ്ഞു, അയ്യോ ഹ്യൂമോഗ്ലോബിൻ കൗണ്ട്, രക്ത കൗണ്ട് എല്ലാം ഭയങ്കര ലോ ആണ്, മോളെ സൽമാനിയ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ. ഇവിടെ സൽമാനിയ ഹോസ്പിറ്റലാണ് മെയിൻ ഹോസ്പിറ്റൽ, ബഹ്റൈനിലെ മെയിൻ ഹോസ്പിറ്റൽ സൽമാനിയ ഹോസ്പിറ്റലാണ്, അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അച്ഛനെ ഈ റിപ്പോർട്ട് എല്ലാം കൊണ്ട് സൽമാനിയ ഹോസ്പിറ്റലിൽ പോയി. സൽമാനിയ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, റിപ്പോർട്ട് കണ്ടപ്പോൾ പറഞ്ഞു കുട്ടീനെ ഉടനെ അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനും അമ്മക്കും ഭയങ്കര ഒരു പേടി തുടങ്ങി. അഡ്മിറ്റ് ചെയ്യണം, എന്ത് പറ്റി? അഡ്മിറ്റ് ചെയ്യാൻ നമുക്ക് വേറെ ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സൽമാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവർ പറഞ്ഞു ബോൺ മാരോ ടെസ്റ്റ് ചെയ്യണം, പല ടെസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ പാസ്റ്റർ, ബോൺ മാരോ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയുള്ള ടെസ്റ്റാണ്. വലിയ ആൾക്കാർക്ക് എങ്ങനെയാതെന്ന് എനിക്കറിയില്ല, പക്ഷെ കുട്ടികൾക്ക് അത് ഭയങ്കര വേദനയുള്ള ഒരു ടെസ്റ്റ്. ഇവിടുന്ന് ഈ എല്ലിലെ ഭാഗത്ത് ഒരു വലിയൊരു സൂചി കുത്തി, വേറൊരു സൂചി കുത്തി, ആ മാരോ ഇല്ലേ, ബോൺ മാരോ എടുക്കുക. ആ ഭയങ്കര ഒരു, ഈ ക്യാൻസർ പേഷ്യൻസിനെല്ലാം പറഞ്ഞ മനസ്സിലാകുന്ന ഒരു സംഭവമാണ്. ആ വേദനക്കുറിപ്പ് ഞാൻ പറഞ്ഞു, അച്ഛൻ എന്തിനാ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, എനിക്ക് ഭയങ്കര വേദന എടുക്കുന്നു. അപ്പൊ അച്ഛൻ എന്റെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമാകാൻ തുടങ്ങി. പിന്നെ ഡോക്ടർ ആ റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു മോൾക്ക് ബ്ലഡ് ക്യാൻസർ ആണ്, അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കേമിയ. അത് 2ാമത്തെ സ്റ്റേജിലാണ് എത്തിയിരിക്കുന്നത്. മോള് 2 മാസം ഇനി ജീവിക്കത്തുള്ളൂ. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കൈയെല്ലാം പൊന്നിച്ച അവസ്ഥയിലായിരുന്നു ഡോക്ടർമാരുടെ. അത് കേട്ടപ്പം അച്ഛനും അമ്മയും ആകെ തളർന്നു. എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലായി, ഒരു അച്ഛനും അമ്മയും അത് കേൾക്കുമ്പോൾ, നമ്മൾ സ്വന്തം ഒരു മോള് ഇങ്ങനെ മരിക്കാൻ കിടക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു അച്ഛനും അമ്മേന്റെ ഒരു അവസ്ഥ? അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു.
ടോട്ടലി ഡിവാസ്റ്റേറ്റഡ്, തകർന്ന ഒരു അവസ്ഥയായിരുന്നു, സങ്കടത്തോട്ട്. ആ സമയത്താണ് അച്ഛൻ ഓഫീസിൽ ജോലി ചെയ്യുന്ന അവിടെയും ക്രിസ്ത്യൻ ഓഫീഷ്യൽസ് ഉണ്ടായിരുന്നു, ജോലിക്കാരുണ്ടായിരുന്നു. അമ്മ സ്കൂൾ ടീച്ചറുണ്ട്, അവിടെയും കുറെ ക്രിസ്ത്യൻ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വാർത്ത പടർന്നു, സ്പ്രെഡായി. അപ്പം കുറേ ഓരോരോ പള്ളിയിൽ ആൾക്കാർ, കത്തോലിക്ക പള്ളിയിൽ ആൾക്കാർ, സേക്രഡ് പള്ളിയിലെ ആൾക്കാർ, IPC പള്ളിയിലെ ആൾക്കാർ, നമ്മളെ ചർച്ച് ഓഫ് ഫിലഡൽഫിയയിലെ ആൾക്കാർ എല്ലാവരും പ്രാർത്ഥിക്കാൻ വന്നു. അയ്യോ, അവര് വന്ന് യേശുവിന്റെ നാമത്തിൽ ഈ കുട്ടി സൗഖ്യമാട്ടെ, യേശുവിന്റെ നാമം എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ എന്റെ പ്രാർത്ഥന ദൈവം കേട്ട പോലെ. യോഹന്നാന്റെ പുസ്തകം 15:16 പറഞ്ഞിട്ടില്ലേ, ഞാൻ നിന്നെ തെരഞ്ഞെടുത്താണ്, നീ എന്നെ തെരഞ്ഞെടുത്തതല്ല. സോ ദ യു വിൽ ബെയർ ഫ്രൂട്ട് ദാറ്റ് ലാസ്റ്റ് ഫോർ ലോങ്. നമ്മളൊരു വേറെ ആൾക്കാർക്ക് ഒരു സാക്ഷിയായിട്ട് മാറാൻ അപ്പം ആ ഒരു വചന ഇപ്പൊ ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു വചനം എനിക്ക് ഒത്തിരി സന്തോഷം. അപ്പോൾ ഒരു കൊച്ചിനെ ആൻറ്റി, സിസ്റ്റർ ആൻ, ഇപ്പം ഇവിടെ ബഹ്റിനിലല്ല, പാസ്റ്റർ തോമസിന്റെ വൈഫായിരുന്നു. അപ്പോൾ ആ ആൻറ്റി ഇപ്പം കൊച്ചിനിലാണ് സെറ്റിൽഡ്. അപ്പോൾ ആൻറ്റി എൻ്റെ കയ്യിൽ ബൈബിൾ തന്നു. ആ സമയത്ത് ബൈബിൾ കിട്ടിയപ്പോൾ എനിക്ക് വാക്കുകളില്ല പറയാൻ, അത്രയ്ക്ക് എനിക്ക് സന്തോഷമായി. ബൈബിൾ എനിക്ക് അങ്ങനെ വായിക്കാനും പുസ്തകങ്ങളും ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇതൊക്കെ വായിക്കണം, മാത്യു, മാർക്ക്, ലൂക്ക്, ജോൺ. യേശുവിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റും മോൾക്ക്. യേശു സൗഖ്യദായകനാണ്, മോള് എന്ത് കൂടെ പോകുന്ന അത് സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിയും, അങ്ങനെയാന്നൊക്കെ പറഞ്ഞു. പിന്നെ സിന്നേഴ്സ് പ്രേയർ, ഞാനും എൻ്റെ അമ്മ മനസ്സിലേക്ക് രക്ഷിക്കപ്പെട്ടു എന്ന് പറയത്തില്ല, രക്ഷിക്കപ്പെടുന്ന പ്രാർത്ഥന, സിന്നേഴ്സ് പ്രേയർ, അത് പറഞ്ഞു ഞാനും അമ്മയും. അച്ഛൻ അവിടുന്ന് പിന്നെ കേൾക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അച്ഛനൊന്നും പറഞ്ഞില്ല. പക്ഷേ അമ്മയും ഞാനും രക്ഷിക്കപ്പെട്ട ആ ദിവസം. അന്ന് ഞാൻ തീരുമാനിച്ചു, ഞാൻ എൻ്റെ യേശു കർത്താവിനോട് മാത്രം ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ, ഒരു ദൈവത്തിന് മുമ്പിൽ ഞാൻ കുമ്പിടത്തില്ല. അമ്മയും അത് തന്നെ തീരുമാനിച്ചു. പക്ഷെ അച്ഛന് നമ്മൾ ഹിന്ദുക്കളായ സമയത്ത് അച്ഛന് അനിയന്മാരെല്ലാവരും ഇവിടെയുള്ള സമയമായിരുന്നു. അപ്പം ഈ വ്യാഴാഴ്ച വെള്ളിയാഴ്ച സമയം ഒട്ടും ഇഷ്ടമില്ലാത്ത സമയമായിരുന്നു എനിക്കും അമ്മക്കും എൻ്റെ അനിയത്തിക്കും. എന്ന് വെച്ചാൽ അച്ഛൻ കള്ളു കുടിക്കുമായിരുന്നു. അങ്ങനത്തെ വലിയ മദ്യപാനിയൊന്നല്ല, എന്നാൽ അച്ഛൻ കള്ളു കുടിക്കായിരുന്നു. അപ്പം ഈ വ്യാഴാഴ്ച വെള്ളിയാഴ്ച വരാൻ പാടില്ലെന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. കാരണം ഈ അച്ഛൻ അനിയന്മാരെല്ലാം വീട്ടിൽ വരും, അവർ കള്ളു കുടിക്കും, ഡാൻസ് കളിക്കും. അപ്പൊ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ അച്ഛൻ്റെ ഈ സ്വഭാവം ഒന്ന് മാറണേന്ന്. എനിക്ക് ഈ അസുഖം വന്നതിന് ശേഷം, ഈ ആൾക്കാരെല്ലാം പ്രാർത്ഥിക്കാൻ വരുന്നതിന് ശേഷം അച്ഛനും ഇങ്ങനെ യേശുവിനോട് പ്രാർത്ഥിക്കാൻ, അച്ഛൻ ആ കള്ളുകൂടി അങ്ങ് മാറി. ആ കള്ളു കുടിക്കുന്നതിന്റെ അസുഖം, അച്ഛൻ ആ കള്ള് കാണുമ്പോൾ വെള്ളം പോലെ തോന്നുന്നു. അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞതാ, എനിക്കിപ്പം കള്ളുകൂടിയൊന്നും വേണ്ട മോളെ, എനിക്ക് ദൈവം നിന്നെ സൗഖ്യമാക്കിയാൽ മതി, എങ്ങനെയെങ്കിലും നീ സൗഖ്യമായി സുഖമായാൽ മതി എന്ന് കണ്ടാൽ മതി എന്നുള്ളൊരു എപ്പോഴും അച്ഛൻ പറയാറുണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പൊ അച്ഛൻ ജീവനോടില്ല, അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 18 വർഷമായി. ഇപ്പൊ അച്ഛന്റെ കാര്യം പറയാ. അപ്പം അവിടെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നിങ്ങൾ സങ്കടപ്പെടില്ലേ, നമുക്ക് സ്മിതേനെ ഒന്ന് നിങ്ങളൊരു കാര്യം ചെയ്യും, സ്മിതേനെ മുംബൈയിൽ കൊണ്ടുപോകും. ആ സമയത്ത് ബോംബെ ആയിരുന്നു. ടാറ്റ ക്യാൻസർ ഹോസ്പിറ്റൽ ഏറ്റവും വലിയ ഹോസ്പിറ്റലായിരുന്നു ബോംബെയിൽ, അവിടെ. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഒന്ന് ചെക്കപ്പിന് ഒന്ന് പോയിക്കോളൂ. ഇവിടുത്തെ ഡോക്ടർ പറയുന്നു ഓക്കെ, ഒന്ന് പോയി ചെക്ക് ചെയ്യാം, നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാം ദൈവം അത്ഭുതം നടത്തുന്നൊക്കെ പറഞ്ഞു. അപ്പൊ അച്ഛൻ ചോദിച്ചു, ഞാൻ ലീവ് എടുത്തിട്ട് ഞാൻ കൊണ്ടുപോകാം മോളെ അവിടെ ഹോസ്പിറ്റലിൽ. അയ്യോ, അത് മുംബൈയിലെത്തി നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇപ്പൊ ഒത്തിരി മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇത്ര വർഷം ഇപ്പൊ അഡ്വാൻസ് ടെക്നോളജി എല്ലാം വന്നത്. ആ സമയത്ത് ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയപ്പോ പുറത്ത് ഇങ്ങനെ പേഷ്യൻസ് കിടക്കുമായിരുന്നു. പൈസ സംസാരിക്കുന്നു എന്നൊക്കെ പറയത്തില്ലേ, മണി ടോക്സ്, നല്ല ആ ഒരു അവസ്ഥയായിരുന്നു അവിടെ. പാവങ്ങൾ പുറത്ത് ഇങ്ങനെ കിടക്കുമായിരുന്നു. ചില ആൾക്കാർക്ക് ഇവിടെ മുഴ, ചില ആൾക്കാർക്ക് ഈ വയറ്റിന്റെ അവിടെ മുഴ, അങ്ങനെയെല്ലാം. ആ അവസ്ഥ കാണുമ്പോൾ ഞാൻ പേടിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ഇല്ലല്ല മോളെ, എനിക്ക് പനിയും ഇതൊക്കെ വരുന്നില്ല, ഒരു ജനറൽ ചെക്കപ്പിന് വേണ്ടിയിട്ട്. ആ സമയത്ത് എനിക്കൊന്നും അറിയില്ലായിരുന്നു എനിക്ക് എന്താ പറ്റുന്നതെന്ന്. ക്ഷീണവും അതൊക്കെ ഉണ്ട്, പനിയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വെച്ചു, ഇവിടെ വന്നാൽ എനിക്ക് സൗഖ്യമാവല്ലോ, ഓക്കെ ഫൈൻ. എപ്പോഴും എൻ്റെ കയ്യിൽ ബൈബിൾ ഉണ്ടാവും, എൻ്റെ ഞാനൊക്കെ വെക്കുന്ന ബാഗിൽ, എൻ്റെ ബാഗിൽ ബൈബിൾ എപ്പോഴും ഉണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാൻ ഡോക്ടറെ കാണാം. അപ്പോൾ ഡോക്ടർ തന്നെ ഇവിടുത്തെ ഡോക്ടർ തന്ന റിപ്പോർട്ട്സ് എല്ലാം അച്ഛൻ അവിടുത്തെ ഡോക്ടർമാർക്ക് കാണിച്ചു കൊടുത്തപ്പം ഡോക്ടർ പറഞ്ഞു പിന്നെ ഒരു ബോൺ മാരോ ടെസ്റ്റും ബ്ലഡ് ടെസ്റ്റും ഒന്നും കൂടി. ബോൺ മാരോ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാ, കാരണം അത്രയ്ക്ക് വേനുള്ള ഒരു ടെസ്റ്റാണ്. നമ്മൾ കർത്താവെ ബോൺ മാരോ ടെസ്റ്റ് എഴുതി തന്നിട്ടുണ്ടല്ലോ, ബോൺ മാരോ ടെസ്റ്റ്. പക്ഷെ എങ്ങനെയോ അവർ ആ ടെസ്റ്റ് എടുത്തു, വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ടെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഡോക്ടർമാർ അച്ഛനമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, മീൻസ് കീമോതെറാപ്പി അത് കൊടുത്തു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മോൾ സുഖമാവും, എല്ലാം ഓക്കെ ആവും എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ നമുക്കൊരു സമാധാനം. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു ഫസ്റ്റ് അത്ഭുതം ദൈവം ചെയ്തതെന്ന്.
ലൈക്ക് ഇങ്ങനെ മരിക്കും എന്ന് പറഞ്ഞ ആ ഒരു ഇത് മാറ്റി ദൈവം ഈ ഒരു ഇത് സംഭവത്തിൽ കൂടെ ഈ കീമോതെറാപ്പി കൂടെ ഓക്കെ മോൾസ് ഓക്കെ ആക്കുന്നുള്ള ആ ഒരു ഇത് ഗുഡ് ന്യൂസ് അച്ഛനമ്മയും കിട്ടിയപ്പോൾ അച്ഛനമ്മയും യേശു കർത്താവിനെ ഒത്തിരി സ്തുതിക്കാൻ തുടങ്ങി. അപ്പോൾ അച്ഛനും തീരുമാനിച്ചു യേശു കർത്താവാണ് ജീവനുള്ള ദൈവം, നമ്മൾ യേശു കർത്താവിന് പ്രാർത്ഥിക്കും, നമ്മൾ രക്ഷിക്കപ്പെടും, സ്നാനപ്പെടും. അതൊക്കെ അച്ഛനമ്മയും തീരുമാനിച്ച ആ സമയത്ത് എനിക്ക് ഒത്തിരി സന്തോഷമായി, ലൈക്ക് ആ സമയത്ത്. പക്ഷെ ഈ ഒരു അസുഖം ഉള്ളതുകൊണ്ട് ക്ഷീണവും പിന്നെ അവിടെ ട്രീറ്റ്മെന്റ് എടുക്കാൻ തുടങ്ങി. പക്ഷെ അച്ഛനമ്മക്കും അങ്ങനെ അധികം ലീവ് ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്തു, അച്ഛന്റെ മാമീന്റെ വീട്ടിലായിരുന്നു നമ്മൾ താമസിച്ചത്. അച്ഛന്റെ മാമി എന്ന് പറയുമ്പം അച്ഛന്റെ അമ്മേന്റെ അനിയത്തിന്റെ വീട്ടില്, അച്ഛൻ്റെ അമ്മേന്റെ അനിയത്തിന്റെ വീട്ടിലായിരുന്നു നമ്മൾ താമസിച്ചത്. മുംബൈയിലും വർലി കോളിവാഡ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു വീട്. അവിടെയായിരുന്നു നമ്മൾ താമസിച്ചത്. അപ്പോൾ അച്ഛൻ നമുക്കും ജോലിയുള്ള ലീവ് കഴിഞ്ഞുകൊണ്ട് അവിടുത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരം, എല്ലാം ഈവൻ ഒരു സൂചിക്ക് പോലും അവിടെ പൈസയാണ്. അപ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആയ ട്രീറ്റ്മെന്റ് ആണ് ഇപ്പൊ നടത്താൻ പോകുന്നത്. അപ്പം അതിന് പൈസ എന്തായാലും വേണമല്ലോ. അപ്പം അച്ഛനും അമ്മയും തീരുമാനിച്ചു നമ്മൾ തിരിച്ച് മൂപ്പാരയിൽ പോയി ജോലി ചെയ്യാം, പക്ഷെ മോളെ മാമി നോക്കിക്കോളെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. നമ്മൾ കുഴപ്പമില്ല, അവരെല്ലാം നല്ല സ്നേഹിക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ അവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ബൈബിൾ വായിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ അവരാ പ്രാർത്ഥന സമയത്ത് ഞാൻ ചേരുന്നില്ലായിരുന്നു. എനിക്ക് പ്രശ്നമായിരുന്നു. എന്നാലും ഞാൻ അവിടെ നിൽക്കും, പക്ഷെ പ്രാർത്ഥിക്കത്തില്ല. ആ ഒരു കാര്യം വെച്ചിട്ട് അവർക്ക് ദേഷ്യമായിരുന്നു എന്നോട്. നീ എന്തിനാ ഇങ്ങനെ വിശ്വസിക്കുന്നത്, നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞു? ഞാൻ പറഞ്ഞു എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ചെറുപ്പത്തിലേ എനിക്ക് ഇതൊരു ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു. ആ ഒരു കാര്യം വെച്ച് അവർക്ക് ദേഷ്യമായിരുന്നു. എന്നാലും അവർ എൻ്റെ അടുത്തൊന്നും പറയില്ല, കാരണം എനിക്ക് സുഖമില്ലാത്തൊരു കുട്ടിയല്ലേ എന്ന് വെച്ചിട്ട് എന്നെ ഇഷ്ടത്തിൽ ചെയ്യാൻ വിടും. അപ്പോൾ അവിടെ 6 മാസത്തോളം ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തു. പിന്നെ എൻ്റെ പഠിപ്പിൽ ഒരു തടസ്സം വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എനിക്ക് അസുഖം വന്നിട്ട് എന്നെ അച്ഛൻ മുംബൈയിൽ കൊണ്ടുപോയത്. അപ്പൊ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് മുംബൈയിൽ. അവിടെ ഒരു ക്ലാസ്സിലോ സ്കൂളിലോ ഒന്നും ഞാൻ പോയിണ്ടായിരുന്നില്ലായിരുന്നു. അപ്പൊ അച്ഛനും അമ്മയും പറഞ്ഞു, ഞാൻ ഡോക്ടർമാർക്ക് സംസാരിക്കാം, മോള് ഇവിടെ വന്നിട്ട് ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുമോ, ഞാൻ ഡോക്ടർക്ക് സംസാരിക്കാം. എനിക്കാണെങ്കിൽ അച്ഛനും അമ്മയും ഇല്ലാതെ ഭയങ്കര വിഷമായിരുന്നു. ലൈക്ക് അമ്മേന്റെ ആണെന്ന് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു അമ്മേന്റെ കൂടെ. ലൈക്ക് അമ്മയില്ലാതെ എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാ. 3 കുട്ടികളെ അമ്മയായിട്ടും എനിക്ക് അമ്മ ഭയങ്കര ഇതാണ്. അമ്മ ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാ. പക്ഷെ എങ്ങനെയോ ജീവിച്ചു പോകുന്നു ദൈവത്തിന്റെ സഹായത്തോടെ. അപ്പോ അച്ഛൻ പറഞ്ഞു, ഞാൻ എങ്ങനെയെങ്കിലും നിന്നെ ഇവിടെ കൊണ്ടുവരാൻ നോക്കാൻ, ഞാൻ ഡോക്ടറെ അടുത്ത് സംസാരിക്കാം. അപ്പം ഡോക്ടറെ അടുത്ത് സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞു, ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യണം, മീൻസ് ഓരോരോ ആഴ്ച ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് മരുന്ന് കൊടുക്കുന്നത്, എന്തൊക്കെയാണ് ഇതൊക്കെ ഫാക്സ്. ആ സമയത്ത് ഇപ്പൊ ഇത്രയും അഡ്വാൻസ് ടെക്നോളജി ഒന്നും ഇല്ലായിരുന്നു, വാട്സാപ്പും ഇതൊന്നും ഇല്ലായിരുന്നില്ലേ. അപ്പോൾ ഫാക്സ് ത്രൂ അവിടെ എന്താ നടക്കുന്നത്, എന്താ ട്രീറ്റ്മെന്റ്, എന്താ ബ്ലഡ് ടെസ്റ്റ്, അതൊക്കെ ഇവിടെ ഫാക്സ് ചെയ്യണം, എൻ്റെ പേരിൽ ഫാക്സ് ചെയ്യണം, എൻ്റെ ഈ നമ്പറിൽ ഫാക്സ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു ഓക്കെ. അപ്പം ഇവിടെ 1991 ശരിയല്ല, 1991 ഞാനിവിടെ ബഹ്റിൻ അച്ഛൻ ഇവിടെ കൊണ്ടുവന്നു. അമ്മ പിന്നെയും 7th സ്റ്റാൻഡേർഡ്, എനിക്ക് പിന്നെയും റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം 6 മാസം പോയില്ലേ എൻ്റെ. അപ്പൊ എൻ്റെ 7ാം ക്ലാസ് ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്തു, പിന്നെയും തുടങ്ങി അത് തന്നെ. 7ാം ക്ലാസ്സിൽ പിന്നെയും ജോയിൻ ചെയ്തു, അപ്പോൾ പഠിക്കാൻ തുടങ്ങി. പക്ഷേ ഈ കീമോതെറാപ്പി എടുക്കുന്നതുകൊണ്ട്, ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര തളർച്ചയുള്ളതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും സ്കൂളിൽ പോകാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ പറയട്ടെ പാസ്റ്റർ, ഈ രോഗത്തിനെ കാട്ടും ഈ കീമോതെറാപ്പി എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഒരു ഡെഡ്ലി സംഭവമാണ്. അതിൻ്റെ എന്താ പറയാ, സൈഡ് ഇഫക്ട്സ്, എന്താ നമ്മൾ പറയാ, പാർശ്വഫലങ്ങൾ, സൈഡ് ഇഫക്ട്സ്, അത് ഭയങ്കരമാണ്. ചില സമയത്ത് ഒരു മരുന്ന് അവർ തരുവാറുണ്ട്, അത് IV ഫ്ലൂയിഡിൽ കൂടെ തരുന്നതാണ്. അത് തന്നതിന്റെ ആദ്യത്തെ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഛർദ്ദിക്കും, നിർത്താതെ ഛർദ്ദിക്കും, ഒന്നും കുടിക്കാൻ പറ്റത്തില്ല, വെള്ളം കുടിച്ച് ഛർദ്ദിക്കും, എന്ത് തിന്നാലും കണ്ടിന്യൂ. 2ാം ദിവസം കുറച്ച് കുറയും, 3ാമത്തെ ഒരാഴ്ച കണ്ടിന്യൂസ് ഇത് ഒന്നും നിർത്താതെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവും. വേറൊരു സംഭവം എന്ന് വെച്ചാല്, പാർശ്വഫലങ്ങൾ എന്ന് വെച്ചാല്, ഈ ഈ എല്ല് ഇങ്ങനെ പിടിച്ച് വലിക്കുന്ന പോലെ, ഒരു എല്ലിങ്ങനെ പിടിച്ച് സെപ്പറേറ്റ് ചെയ്യുന്ന പോലെ തോന്നും. ആ വേദന, ഇരുന്നാൽ എണീക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല. ഞാനെല്ലാം ടാറ്റയില് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയം എൻ്റെ HB കൗണ്ടും ബ്ലഡ് കൗണ്ടും എല്ലാം കുറഞ്ഞപ്പോൾ എന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അച്ഛനമ്മ ഇല്ലായിരുന്നല്ലോ. ഇവരാണെങ്കിൽ രാത്രി സമയത്ത് വരാറുള്ളൂ എൻ്റെ കൂടെ നിന്ന് നോക്കാനൊക്കെ, അച്ഛൻ്റെ മാമിയും അച്ഛൻ്റെ കസിൻ ബ്രദറൊക്കെ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ടോയ്ലറ്റ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ഇന്ത്യൻ ടോയ്ലറ്റ് അല്ലേ, എങ്ങനെ എൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നു അതുപോലെ ഞാൻ പുറത്തു വരും, എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ തിങ്ങിക്കൊണ്ട് ആൾക്കാർ മേലിൽ ഞാൻ വീഴുമായിരുന്നു. അങ്ങനത്തെ അവസ്ഥയായിരുന്നു എൻ്റെ. ലൈക്ക് ഞാൻ ആ സമയത്തെല്ലാം കർത്താവിനടുത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്, കർത്താവേ
നിങ്ങൾ കുരുടന്മാർക്ക് കണ്ണ് കാഴ്ച കൊടുത്തിട്ടുണ്ട്. യു ഹീൽ ദ ലെയിം, യു ഹീൽ ദ ബ്ലൈൻഡ്, യുനോ യു ഹീൽ ദ ഡെഫ്. ചെവിടെ വെക്കാത്ത ആൾക്ക് ചെവിടെ വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നെ ഒന്ന് ഇതിന്നൊന്ന് വിടുവഴിക്കുക. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എപ്പോഴും കരഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് അവരിങ്ങനെ തമാശയാക്കും, നിന്റെ കർത്താവ് നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമല്ലേ, പിന്നെ നീ എന്തിനാ ഈ മരുന്നൊക്കെ എടുക്കുന്നത്? ഞാൻ പറഞ്ഞു അതിൽ ത്രൂ മരുന്ന് മീൻസ് ലൈക്ക് ദൈവം എന്നെ സൗഖ്യമാക്കും, അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു കർത്താവ് ഒരു കുടിനെ മണ്ണിൽ തുപ്പിയിട്ട് കണ്ണിൽ വെച്ചിട്ട് കണ്ണിന്റെ കാഴ്ച അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അവർക്കൊന്നും അതിൽ മനസ്സിലാക്കേണ്ട ഒരു താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കും, എന്റെ സൗഖ്യമാക്കുന്ന എന്റെ ദൈവമാണ് എന്റെ. ഓക്കെ. അപ്പോൾ അവർ പറയുന്നൊന്നും ഞാൻ കേൾക്കാറില്ലായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ടായിരുന്നു, എന്റെ യേശു എന്റെ ജീവിക്കുന്ന ദൈവമാണ്. ഇത്ര ആയിരങ്ങളെ ദൈവങ്ങൾ മുമ്പിൽ എനിക്ക് കുമ്പിടേണ്ട ആവശ്യമില്ല. ഒരേ ഒരു ദൈവം, അതെന്റെ ജീവിക്കുന്ന ദൈവം. അവർക്കൊന്നും അത് കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ദേഷ്യം ഒരു കുഴപ്പമില്ല, എന്റെ യേശുവാണ് എനിക്ക് വലുത്. ആ അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥ ഞാൻ ഇവിടെ വന്നപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് സ്കൂളൊന്നും അങ്ങനെ പോകാൻ പറ്റിയില്ല. എന്നാലും ഞാൻ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ എന്നെ ഒന്ന് സൗഖ്യമാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം നോക്കുമ്പോൾ കാണാം ആ വേദനയില്ല അങ്ങ് പോകും. പ്രാർത്ഥിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നെ പെട്ടെന്ന് സൗഖ്യമാക്കുന്നു. അങ്ങനെ പിന്നെ 8ാം സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ 93 1993 1993 ആ സമയത്ത് പിന്നെയും എനിക്ക് ഇങ്ങനെ തളർച്ച വന്നു, ന്യൂമോണിയ വന്നു. ഭയങ്കരമായിട്ട് പനി, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അച്ഛൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം അവരെന്നെ പിന്നെയും അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ അവിടെ ഓരോരോ ദിവസം കൂടുമ്പം തളർച്ച, ഭയങ്കരമായിട്ടുള്ള ഡിവാസ്റ്റേറ്റഡ് സ്റ്റേറ്റ്, ലൈക്ക് എന്താ പറയാ, ഒരു തളർന്നൊരവസ്ഥയായിരുന്നു എൻ്റെ. ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. പാവം നമ്മളെ ചർച്ചിലെ സണ്ണി പാസ്റ്റർ അങ്കിൾ എന്ന് പറയും, പാസ്റ്റർ ജേക്കബ് ചാനിയുടെ വൈഫ് കുഞ്ഞനാമ്മ. ഇപ്പം കുഞ്ഞനാമ്മ എൻ്റെ ഇല്ല, ജീവനോടില്ല. കുഞ്ഞനാമ്മേൻ്റെ എനിക്ക് കട്ട്ലറ്റ് ഒക്കെ സ്നേഹത്തോടെ ഉണ്ടാക്കി കൊണ്ടുതന്നു. അതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാം ഛർദി, ഒന്നും. അവിടെ ഞാൻ കിടന്നിട്ടുണ്ടെങ്കിൽ ആർക്കും അറിയത്തില്ല ഞാൻ അവിടെ കിടന്നിട്ടുണ്ടെന്ന്. അങ്ങത്തും മെലിഞ്ഞു പോയി. ലൈക്ക് ഭയങ്കര വടക്കൊരു അവസ്ഥയായിട്ട് മാറി. ഒരു പ്രാവശ്യം എൻ്റെ ശ്വാസവും നിന്ന് പോയിണ്ടായിരുന്നു. ഒരു കറുത്ത അന്തരീക്ഷം, ലൈക്ക് പെട്ടെന്ന് ഒരു എന്താ പറയാ, ലൈറ്റ് വന്ന പോലെ. നോക്കുമ്പോ അമ്മ അവിടെ ഇങ്ങനെ ഭ്രാന്തായ ഒരാൾ പോലെ കലയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഓ യോ ഫൈൻ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, കുട്ടിക്ക് കുഴപ്പമില്ല. എന്റെ ശ്വാസം നിന്നുപോയ സമയമായിരുന്നു അത്. അങ്ങനെ മരിച്ച് കിടന്ന നിലയിൽ നിന്ന് എന്റെ കർത്താവ് എനിക്ക് ജീവൻ തന്ന പോലെ അങ്ങ് അവരവസ്ഥ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം പിന്നെ അതുപോലെ പള്ളിയിലെ ആൾക്കാരെല്ലാവരും, നമ്മുടെ ചർച്ച് ഓഫ് ഫിലഡൽഫിയിലെ ആൾക്കാർ പിന്നെ ഞങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സൺഡേ സ്കൂളിലെ ടീച്ചറുണ്ട് ജേക്കബ്. ഇപ്പൊ കാനഡയിലാണ് ജേക്കബ്, ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ ജേക്സ് നമ്മൾ വിളിക്കാറ്. ജേക്സ് ഇങ്ങനെ ഗിറ്റാറും കൊണ്ട് വന്ന് പാട്ടൊക്കെ പാടി എന്നെ എൻകറേജ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ച് അവരെല്ലാവരും പ്രാർത്ഥിക്കായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ എൻ്റെ അവസ്ഥ അങ്ങനെയല്ല. എനിക്ക് ബൈബിളൊന്നും വായിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കർത്താവിൻ്റെ അടുത്ത് പറയും, കർത്താവേ എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഡിസ്ചാർജ് ആയി കിട്ടിയാൽ മതി, എനിക്ക് പുറത്തിറങ്ങി കിട്ടിയാൽ മതി, എനിക്ക് ഇവിടെ കിടക്കേണ്ട ദൈവമേ. എനിക്ക് ഭയങ്കര 1 മാസം ഓളം അങ്ങനെയായി. പിന്നെ ഒരു ദിവസം അമ്മ ലീവ് എടുത്തു, 2 ദിവസം ലീവ് എടുത്തിട്ട് അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നപ്പം ഒരു നേഴ്സ് കാണാൻ ഒരു കപ്പിൽ ഇങ്ങനെ കുറെ ടാബ്ലറ്റ്സ് കൊണ്ടുവരുന്നു. അപ്പൊ അമ്മ നേഴ്സിനോട് ചോദിച്ചു, ഇതെന്താ ഈ ടാബ്ലറ്റ്സ്? അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിച്ചെന്നല്ല പാസ്റ്റർ, അവർ ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പം കൗണ്ട്, ഇവിടെ കീമോതെറപ്പിന്റെ ഒരു പെർട്ടിക്കുലർ ഒരു നിയമമുണ്ട്. രക്ത കൗണ്ട്, ഹ്യൂമോഗ്ലോബിൻ കൗണ്ട് 2 പോയിന്റിൽ കുറഞ്ഞാൽ കീമോതെറപ്പി നിർത്തിവെക്കണം. രക്ത കൗണ്ട് എല്ലാം നോർമലായി വന്നതിന് ശേഷമാണ് കീമോതെറപ്പി കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനത്തെ ഒരു ഇതുണ്ട് കീമോതെറപ്പി ട്രീറ്റ്മെന്റിൽ. അപ്പോൾ അമ്മ സിസ്റ്ററിനോട് ചോദിച്ചു, ഇതെന്താ നിങ്ങൾ ഈ മരുന്ന് കൊണ്ട് വന്നിരിക്കുന്നത്, ഇവിടെ കൗണ്ട് ഇത്രയാൾ ഭയങ്കര കുറഞ്ഞു. അപ്പോൾ സിസ്റ്ററിന് എന്നെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്, കൗണ്ട് കുറഞ്ഞു. പിന്നെ അമ്മക്ക് ദേഷ്യം പിടിച്ച് അമ്മ ഡോക്ടറെ അടുത്ത് പോയി ഇതും കൊണ്ട്. ഇതെന്താ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് എൻ്റെ മോൾക്ക്? നിങ്ങൾ എന്തിനാ കീമോതെറപ്പി കണ്ടുകൊണ്ടിരിക്കുന്ന, മരിച്ച നിലയിൽ കിടക്കുന്ന എൻ്റെ മോളാണ്, ബ്ലഡ് കൗണ്ട് ആണെങ്കിൽ ഇങ്ങനെ കിടക്കുന്നത്, നിങ്ങൾ എന്തിനാ? ഇല്ലാത്ത എല്ലാ രോഗങ്ങളും എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞ്, TB ഉണ്ട്, മറ്റേതുണ്ട് മറിച്ചേതുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ ബോൺ മാരോ ടെസ്റ്റ് എടുത്തു. ഞാൻ മരിച്ചു കിടക്കുന്ന ആ നിലയിൽ എനിക്ക് എൻ്റെ ബോൺ മാരോ ടെസ്റ്റ് എടുത്തപ്പം പറഞ്ഞു മോളുടെ ഈ ക്യാൻസർ റിലാപ്സ് ആയിരിക്കുകയാണ്. റിലാപ്സ് ആയിരിക്കുന്ന പറഞ്ഞാൽ ലൂക്കീമിയ സെൽസ് പിന്നെയും ഫോം ചെയ്യാൻ തുടങ്ങിയിരിക്കുക, ഒത്തിരി ഉണ്ട്. അപ്പോൾ അത് പിന്നെയും എല്ലാം തുടക്കം മുതലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, അതെല്ലാം പിന്നെയും തുടങ്ങണം. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ എന്നെ ഒന്ന് ഇവിടുന്ന് എന്നെ ഒന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറയോ, ദൈവം എന്നെ സൗഖ്യമാക്കുന്ന ദൈവം, എനിക്ക് ഒരു കുഴപ്പമില്ല.
അപ്പോൾ അവർ പറഞ്ഞു ഇവർ ഡിസ്ചാർജ് ചെയ്യത്തില്ല മോളെ, നിന്റെ കൗണ്ട് എങ്ങനെയെങ്കിലും കൂടണം. അന്ന് രാത്രിയായിരുന്നു ജേക്കബ്, എൻ്റെ സൺഡേ സ്കൂളിലെ ടീച്ചർ, എൻ്റെ അടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഭയങ്കര സങ്കടത്തോടെയാണ് വന്നത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അവിടെ ഒരു ഭക്ഷണം അവർ ഭക്ഷണം രാവിലെ കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുപോകും, ഉച്ചക്കും കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുപോകും. കാരണം എനിക്കൊന്നും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ഇവിടെ ഭയങ്കര എരിച്ചില, എന്തെങ്കിലും പോകുമ്പോൾ ഈവൻ വെള്ളം പോലെ പോകുമ്പോൾ ഇവിടെ ഭയങ്കര എരിച്ചിലായിരുന്നു എനിക്ക് അങ്ങനത്തെ. അപ്പൊ ജേക്കബ് എൻ്റെ അടുത്ത് പറഞ്ഞു, സ്മിത ഇവിടെ കിടക്കേണ്ട ഒരു കുട്ടിയാണോ? ഞാൻ പറഞ്ഞു അല്ല, ഞാനിവിടെ കിടക്കേണ്ട കുട്ടിയല്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തു. നീ എങ്ങനെ പുറത്താവും? അവിടെ കിടക്കുന്ന ഭക്ഷണം അവിടെ തന്നെ കിടക്കുന്നു, നീ ഒന്നും കഴിക്കുന്നില്ല. അപ്പം എനിക്ക് വിശ്വാസമുണ്ടോ ദൈവം യേശു കർത്താവ് നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നത്? എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് എൻ്റെ യേശു അപ്പച്ചൻ എന്നെ സൗഖ്യമാക്കി, എൻ്റെ യേശു ക്രിസ്തു കർത്താവ് എന്നെ ആക്കിയിട്ടുണ്ടെന്നുള്ളത്. ഹി ഹാസ് കംപ്ലീറ്റ്ലി ഹീൽഡ് മീ, എനിക്ക് വിശ്വാസമുണ്ട്. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ജേക്കബ് ആ ഫുഡും അവിടെ വെച്ചു, അതിന് മുകളിലും കൈവച്ച് പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ തോന്നി സ്മിത ഇപ്പം ഈ ഫുഡൊന്ന് കഴിച്ചേ. പക്ഷെ അത്ഭുതം എന്ന് പറയാലോ, ആ പ്ലേറ്റിൽ കിടക്കുന്ന എല്ലാ ഭക്ഷണവും ഒരു ഛർദ്ദിക്കാതെ എനിക്ക് കഴിക്കാൻ പറ്റി. ഫുൾ ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റി. വെള്ളവും കുടിച്ചു, അവിടെ ജ്യൂസും വെച്ചിട്ടുണ്ടായിരുന്നു, ജ്യൂസും കുടിച്ചു, അത് ഛർദ്ദിച്ചില്ല. അപ്പം എനിക്കൊരു വിശ്വാസം വന്നു, എൻ്റെ വിശ്വാസം കൂടി എന്ന് പറയാം. ലൈക്ക് യുനോ വിശ്വാസം എന്ന് പറഞ്ഞാൽ കർത്താവിനെ നമ്മളെ അമേസ് ചെയ്യാൻ പറ്റും നമ്മളെ വിശ്വാസത്തിൽ കൂടിയാ. എപ്പോഴും ഞാൻ ബൈബിൾ എപ്പോഴും വായിച്ചിട്ടുണ്ട്. ലൈക്ക് യുനോ കർത്താവ് നിരാശപ്പെട്ട സമയം ആ വിശ്വാസക്കുറവ് ആൾക്കാരിൽ കാണുമ്പോഴായിരുന്നു. കർത്താവ് സന്തോഷപ്പെട്ട സമയം ആൾക്കാരിൽ വിശ്വാസം കണ്ടപ്പോഴാണ്. നമ്മൾ ആ സെഞ്ചുറിയന്റെ ഫെയ്ത്ത് നോക്കിയ കർത്താവ്. ഇപ്പം നമ്മൾ മാർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 5 തൊട്ട് 6-ാമത്തെ വാക്യം നോക്കുമ്പോൾ കർത്താവിന്റെ ഹോം ടൗണിൽ പോയപ്പം കർത്താവ് അധികം അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? കർത്താവ് അവരുടെ വിശ്വാസമില്ലായ്മ കണ്ടപ്പോൾ, അവർക്ക് അധികം വിശ്വാസം ഇല്ലാന്ന് കണ്ടപ്പം കർത്താവിന് നൊന്തു. അത് കർത്താവിന് ഇഷ്ടമില്ലാത്ത സംഭവം. അതുപോലെ മത്തായിന്റെ സുവിശേഷം, മത്തായിന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 5 തൊട്ട് 13, സെഞ്ചുറിയന്റെ ഫെയ്ത്ത്. അത് കർത്താവിനോട് ഈ സെഞ്ചുറിയൻ പറയുന്നുണ്ട്, എൻ്റെ വേലക്കാരന് സുഖമില്ല, പക്ഷേ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവും കർത്താവ്, നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ മതി, ഒരു വാക്യം പറഞ്ഞാൽ മതി, വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ വേലക്കാരൻ, മൈ സെർവൻറ്റ് വിൽ ബി ഹീൽഡ്. അപ്പൊ കർത്താവ് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു വിശ്വാസമുള്ള ഞാൻ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ കർത്താവിനെ എങ്ങനെ സന്തോഷിക്കണം? നമ്മൾ വിശ്വാസത്തോടെ ലൈക്കണോ. ഇപ്പം നമ്മള് മത്തായിന്റെ സുവിശേഷം, മത്തായിന്റെ പുസ്തകം 21-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം, അതിൽ കർത്താവ് വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ചോദിച്ചോ പ്രാർത്ഥനയില് നിങ്ങൾക്ക് കിട്ടും, പക്ഷെ നിങ്ങൾ വിശ്വസിച്ചാൽ. ഇഫ് യു ഹാവ് ഫെയ്ത്ത്, ആ ഫെയ്ത്ത് എന്ന് പറഞ്ഞൊരു വലിയൊരു ഇതാണ്. അപ്പം ഞാൻ ആ ഒരു വാക്യം എനിക്ക് നല്ലോണം അറിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു യെസ്, എനിക്ക് സൗഖ്യമായി, എനിക്കൊരു കുഴപ്പമില്ല. അന്നോട്ട് ഞാൻ പറയാൻ തുടങ്ങിയത് എനിക്ക് സൗഖ്യമായി, എനിക്കൊരു കുഴപ്പമില്ല. അപ്പം ജേക്കബിന് ഒത്തിരി സന്തോഷമായി, എൻ്റെ സൺഡേ സ്കൂൾ ടീച്ചറിന്. അപ്പം നീ നോക്കിയോ, നാളത്തെ നാളെ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വരില്ലേ, എല്ലാം നോർമലായിരിക്കും സ്മിത, നീ പെട്ടെന്ന് ഡിസ്ചാർജ്. നീ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായി 100% എനിക്ക് വിശ്വാസമുണ്ട്. അന്ന് ജേക്കബ് പോയതിൻ്റെ ശേഷം ഞാൻ കിടന്നുറങ്ങി. പെട്ടെന്ന് എനിക്കൊരു ഒരു ഒരു സ്വപ്നം ഞാൻ കണ്ടു, ഒരു ദൃശ്യം, ഒരു വിഷൻ കണ്ടു. അതിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ ഇരുന്ന പോലെ. മോൾ കുരിശാണ്, അന്ന് രക്തം ഇങ്ങനെ ഒഴുകുക. അത് രക്തം ഒഴുകുന്നത് എൻ്റെ വെയിൻസിൽ കൂടെ എല്ലാം ഇങ്ങനെ ഫ്ലോ ചെയ്യുക, ഒഴുകുക. പക്ഷെ കണ്ടിട്ട് ഞാൻ എണീറ്റു. ഞാൻ പറഞ്ഞു, അയ്യോ കർത്താവേ, അതെന്തുവാണ് ഞാൻ ഇപ്പം കണ്ടത്? അപ്പൊ എനിക്കൊരു അതൊരു ഒരു എന്താ പറയാ, ഒരു സൈൻ, ഒരു എന്താ നമ്മൾ പറയാ, ഒരു സൈൻ എനിക്ക് കാണിച്ചു തന്ന പോലെ, യു ഹീൽഡ്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഹീൽഡ് ആണ്, ഐ എം ഹീൽഡ്. ഞാൻ അന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ കിടന്നു. പിറ്റേ ദിവസം അവര് ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വന്നു. അമ്മ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പൊ നമ്മൾ രണ്ടുപേരും അങ്ങനെ കൈവച്ച് നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ കൗണ്ട്, ഹീമോഗ്ലോബിൻ കൗണ്ട്, ബ്ലഡ് കൗണ്ട്, RBC കൗണ്ട് എല്ലാം നോർമൽ ആയിരിക്കണമേ ദൈവമേ. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് എങ്ങനെയെങ്കിലും ഇത് ആയിട്ട് വന്നിട്ട് എനിക്ക് ഡിസ്ചാർജ് ആണമേ ദൈവം. ഞാൻ പ്രാർത്ഥിച്ചു കൈവച്ചിട്ട്. അന്ന് രാത്രി റിപ്പോർട്ട് വന്നപ്പം എല്ലാം അത്ഭുതം എന്ന് പറയാലോ, എല്ലാം നോർമൽ ലെവലിലായിരുന്നു. ഒരു രാത്രിയിൽ നടന്ന സംഭവമായിരുന്നു ഇത്. ആ പ്രാർത്ഥനേന്റെ ഒരു ശക്തി, നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം എല്ലാം ചെയ്യും. നമ്മൾ ഒരിക്കലും സംശയിക്കാൻ പാടില്ല. ലൈക്ക് യുനോ ജെയിംസ് 5:6, 5-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ചോദിക്കുമ്പം ഒരിക്കലും സംശയിക്കാൻ പാടില്ല. സംശയം എന്നാൽ ഈ തിരമാലകൾ പോലെയാ, വേവ്ഡ് ആൻഡ് ടോസ്ഡ് ബൈ ദ വിൻഡ്സ്. അതുപോലെ ഒരിക്കലും സംശയിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചോദിക്കുന്നതോ അത് വിശ്വസിച്ചിട്ട്
പ്രാർത്ഥിക്കുക, ഒരിക്കലും സംശയിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല അമ്മ, എനിക്ക് ഒരു സംശയം, അമ്മ സംശയിക്കാൻ പാടില്ലേ. അല്ല കണ്ടില്ലേ, നമ്മൾ സംശയിച്ചിട്ടില്ല, അതുപോലെ കണ്ടില്ലേ, ടെസ്റ്റിന് റിപ്പോർട്ട് വന്ന കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഡോക്ടറെ ചോദിച്ചു, ഡോക്ടർ എന്നെ ഒന്ന് ഡിസ്ചാർജ് ചെയ്യോ? ആ, 2 ദിവസത്തിനുള്ളിൽ നിന്നെ ഡിസ്ചാർജ് ചെയ്യാം, കുഴപ്പമില്ല. ആ, പിന്നെ ഒരു പാക്കറ്റ് നിറച്ചും മരുന്ന് എഴുതി തന്നിട്ടായിരുന്നു എന്നെ ഡിസ്ചാർജ് ചെയ്തത്. ഞാൻ വീട്ടിലെത്തിയ ഉടനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഞാനിത് പ്രാർത്ഥിച്ച്, ഞാൻ ആ മരുന്ന്, എത്ര കെട്ട് മരുന്നിനാണ് അത് ഫുൾ ഞാൻ കച്ചറയിൽ കൊണ്ടിട്ടു. വിശ്വാസത്തോടെ ഞാൻ പറഞ്ഞു, അച്ഛാ അമ്മ, ഞാൻ ഇതിനി എടുക്കാൻ പോകുന്നില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്നെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് അസുഖം ഉണ്ടെന്ന്? എനിക്ക് ഒരു അസുഖമില്ല. കർത്താവ് എന്നെ പൂർണ്ണമാക്കി സൗഖ്യമാക്കി, ഹി ഹസ് കംപ്ലീറ്റ്ലി ഹീൽഡ് മീ. അപ്പം ഞാൻ ഈ മരുന്ന് എടുക്കാൻ പോകുന്നില്ല. അപ്പോൾ അച്ഛനും അമ്മയും ദേഷ്യപ്പെട്ട് പറഞ്ഞു, നീ എന്താ നിന്റെ ജീവിതം കൊണ്ട് കളിക്കുന്നത്? നീ ഡോക്ടറൊന്നുമല്ലല്ലോ. നമ്മൾ എന്റെ ദൈവം ഡോക്ടറെക്കാട്ടും വലിയൊരു ദൈവമാണ്. ഹീസ് മൈ ഹീലർ, സൗഖ്യദായകൻ, എന്നെ പൂർണ്ണമാക്കി സൗഖ്യമാക്കിയ ദൈവം. ഓക്കെ. അത് കണ്ടപ്പം അച്ഛനമ്മക്കും അച്ഛനമ്മ അതൊക്കെ ശരിയാ, അതൊക്കെ ശരിയാ. എന്നാലും ഡോക്ടർ പറഞ്ഞില്ല, ഞാൻ ഒരു മരുന്ന് ഇനി എടുക്കാൻ പോകുന്നില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല അച്ഛാ, ഒരു കുഴപ്പമില്ല അമ്മ. അപ്പോൾ അച്ഛനും അമ്മയും എന്താ ഈ കുട്ടീനെ കൊണ്ട് ചെയ്യണ്ടേ? പിന്നെ അധികം ടെൻഷൻ കൊടുക്കാന്ന് വെച്ചാൽ ഒന്നും പറഞ്ഞില്ല. ആ, പിന്നെ അതിന്റെ പിറ്റേ ദിവസം അച്ഛൻ തെർമോമീറ്ററും കൊണ്ട് വന്നു. ഒരു തെർമോമീറ്റർ കൊണ്ടുവന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ തെർമോമീറ്ററും കൊണ്ടുവന്നിരിക്കുന്നത്? അപ്പൊ അച്ഛൻ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പനിയുണ്ടോന്ന് നോക്കി. ഞാൻ പറഞ്ഞു, എന്നെ കണ്ടാ പനിയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ ഇല്ല ഇല്ല, അതല്ല മോളെ, നമുക്ക് ചെക്ക് ചെയ്യാലോ. അപ്പൊ അച്ഛൻ എന്റെ നാവിന്റെ അടിയിൽ തെർമോമീറ്റർ വെച്ചതും അച്ഛൻ ഇങ്ങനെ ടൈം നോക്കുമല്ലോ, ആ തെർമോമീറ്റർ 2 കഷ്ണമായിട്ട് മാറി. 2 കഷ്ണമായിട്ട് മാറി. അത് കർത്താവ് ഇങ്ങനെ അച്ഛനും അമ്മയും കാണിക്കുമായിരുന്നു, നിങ്ങളുടെ മോൾക്ക് ഒരു അസുഖവും ഇല്ല, ഷീസ് കംപ്ലീറ്റ്ലി ഹീൽഡ്, ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു സൈന് ഇങ്ങനെ കൊടുക്കുമ്പോൾ അച്ഛനമ്മയും ചോദിച്ചു, നീ പൊട്ടിച്ചതായിരിക്കും അല്ലേ എന്ന് പറഞ്ഞു അച്ഛൻ. അവൻ ഞാൻ എന്തിനാ അച്ഛൻ പൊട്ടിക്കേണ്ട ആവശ്യം, നിങ്ങൾ എന്റെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഞാനിങ്ങനെ കൈകൊണ്ട് പൊട്ടിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. എന്റെ നാവിന്റെ അടിയിൽ വെച്ചു, അത് ഉടനെ പൊട്ടിപ്പോയി. കർത്താവ് നിങ്ങൾക്ക് കാണിച്ചു തരിക, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, മോൾ പൂർണ്ണമായിട്ട് സൗഖ്യമായിരിക്കുക. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വിചാരിച്ചു, കഴിഞ്ഞാൽ ഓക്കെ, എന്നാ ഒന്നും ചെക്ക് ചെയ്യുന്നില്ല, അച്ഛനൊന്നും ചെക്ക് ചെയ്യുന്നില്ല. പിന്നെ ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റിന് ചെയ്യാൻ വരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നെ കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റിന്. അതിശെന്ന് പറയട്ടെ, ആ ഡോക്ടർമാരുടെ ആ ചെയ്ത ടെസ്റ്റിലൊന്നും ഈ ക്യാൻസർ സെൽസ് ഒന്നും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അവര് അതിശയപ്പെട്ടിട്ട് അവര് ദൈവത്തിന് ഇങ്ങനെ സ്തുതിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ യേശു കർത്താവ് എന്നെ സൗഖ്യമാക്കി. അവിടെ 2-3 ക്രിസ്ത്യൻ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് ഒത്തിരി സന്തോഷമായി, അത്ഭുതം എന്ന് പറയാലോ. അപ്പോൾ അച്ഛൻ അത് കേട്ടതിന് ശേഷം അച്ഛൻ പറഞ്ഞു, ഓക്കെ, മാർച്ചിൽ എനിക്ക് ലീവ് കിട്ടും, അപ്പോൾ നമുക്ക് ടാറ്റ ഹോസ്പിറ്റലിൽ ഒന്ന് പോവാം, പിന്നെ ഒരു ചെക്കപ്പും ഇതൊക്കെ നടത്താം. അപ്പൊ ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു, ഞാൻ മാർച്ചിൽ എവിടെയും പോകാൻ പോകുന്നില്ല, കാരണം മാർച്ചിൽ എന്റെ ഫൈനൽ എക്സാംസ് അച്ഛ, അത് മിസ് ചെയ്താൽ പിന്നെ എനിക്ക് ശരിയാവത്തില്ല, അച്ഛൻ അറിയാലോ. അതൊന്നും സാരമില്ല, നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തു തരും. പക്ഷെ എനിക്കെന്തോ ആ എക്സാം മിസ് ചെയ്യണമെന്നില്ല. മുന്നത്തെ 2 എക്സാം ഞാൻ നല്ലോണം അല്ല ചെയ്തത്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ ഈ എക്സാം ഞാൻ നല്ലോണം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തോ എനിക്കൊരു സന്തോഷമില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല അച്ഛൻ, ഞാൻ ഈ സമയത്ത് പോകത്തില്ല, ഞാൻ ജൂലൈ ഓഗസ്റ്റിൽ വേണമെങ്കിൽ പോവാം. അന്നും ആ സമയത്തും എനിക്ക് അച്ഛമ്മേൻ്റെ അടുത്ത് പോകണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. കുറച്ച് ദിവസം, 1 മാസമെങ്കിലും അച്ഛമ്മേൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ ഇവിടെ പോയിട്ട് ചെക്കപ്പിനൊന്നും പോകണമെന്നൊന്നും ഒരു ഇതുണ്ടായിരുന്നു. എന്നാലും അച്ഛൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ പറഞ്ഞു, ഓക്കെ അച്ഛാ, ജൂലൈയിൽ ഞാൻ പോയിക്കോളാം. ആ സമയത്ത് ഇവിടെ ജൂലൈ ഓഗസ്റ്റിൽ ഇവിടെ സമ്മർ വെക്കേഷൻ ആണ്, 2 മാസം ഹോളിഡേയ്സ് ആണ് ഈ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ. ആ സമയത്ത് ഞാൻ പോയിക്കോളാം അച്ഛാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അച്ഛൻ പറഞ്ഞു, ഇല്ല മോളെ, ഇങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടില്ലേ മാർച്ചിൽ പോകണം. ഞാൻ പറഞ്ഞു, എന്തായാലും ഞാൻ മാർച്ച് പോകാൻ പോകുന്നില്ല. അപ്പം മാർച്ച് ആയപ്പം, ഇത് ഫെബ്രുവരിയിലായിരുന്നു ഞാൻ ഈ ടെസ്റ്റ് ഒക്കെ നടത്തിയത്. മാർച്ച് ആയപ്പം അച്ഛൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാൻ നോക്കുമ്പം മാമീനെ വിളിച്ചു അച്ഛൻ. ഇത് 1993 1993 ഇത് മാർച്ച്. ഓക്കെ. ആ സമയത്ത് അച്ഛൻ മാമീനെ വിളിച്ചപ്പം മാമി പറഞ്ഞു, യോ സ്മിതേനെ ഇങ്ങോട്ട് അയക്കില്ലേ, ഇവിടെ ഭയങ്കരം സ്ഫോടനമാണ് നടക്കുന്നത്. അത് ദാവൂദ് ഇബ്രാഹിം നടത്തിയ സ്ഫോടനങ്ങളാണ്, 13 സ്ഥലത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ബോംബ് ബ്ലാസ്റ്റ്. അയ്യോ, ഈ സമയത്ത് ഒന്നും അയക്കാൻ പാടില്ല മോളെ, ഒട്ടും സേഫ് അല്ല മോൾ, ഒട്ടും അയക്കാൻ പാടില്ല, പിന്നെ അയച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് കേട്ടപ്പോ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി എത്ര സൈന് ദൈവം കാണിച്ചു തരണം എന്റെ പൊന്നച്ച, എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ. ഇതിലങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിക്ക്, എനിക്ക് ഒരു കുഴപ്പമില്ല, ഒരു ചെക്കപ്പിനും പോകേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു അച്ഛൻ അമ്മാന്റെ സ്ഥാനത്തിരുന്ന് നോക്കുമ്പം ആ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറയത്തില്ലേ, ചെക്കപ്പ് നടത്താം, ഒന്ന് റീകൺഫേം ചെയ്യാം, എല്ലാം പൂർണ്ണമായിട്ട് എല്ലാം ഓക്കെ ആണെന്നുള്ള ആ ഒരു ഇത്
അപ്പൊ ഞാൻ അച്ഛനവനെ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, അച്ഛന്റെ സമ്മാനത്തിന് വേണ്ടി ഞാൻ ജൂലൈയിൽ പോയിക്കോളാം, ഇനിയിപ്പോ എന്തായാലും പോകാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഓക്കെ മോളെ, കർത്താവിന്റെ ഹൃദയം എന്താണ് അതുപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്തോത്രം, എപ്പോഴെങ്കിലും ഇതായല്ലോ. അപ്പം ജൂലൈ മാസമായപ്പം അതിന്റെ ഏഴേ മാസമായപ്പം അച്ഛന് ഇങ്ങനെ ടിക്കറ്റ് എടുത്തു. അച്ഛനും അമ്മക്കും വരാൻ പറ്റിയിട്ടില്ലായിരുന്നു ആ സമയത്ത്. ഞാൻ നാട്ടിൽ പോയി. ആക്ച്വലി എനിക്ക് കേരളയിൽ ഡയറക്റ്റ് പോകണമെന്നാണ്. അച്ഛൻ പറഞ്ഞു മോളൊരു കാര്യം ചെയ്യ്, ബോംബെയിൽ പോയിട്ട് അവിടെ ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതൊക്കെ ചെയ്തതിന് ശേഷം നീ അടുത്ത ദിവസം പോയിക്കോ, അങ്ങനെ ടിക്കറ്റ് വേണമെങ്കിൽ ബുക്ക് ചെയ്യാന്ന് പറഞ്ഞു. പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എനിക്ക് ഒട്ടും മനസ്സിലായിരുന്നു ആ ഹോസ്പിറ്റലിൽ പോകണം. എനിക്കറിയാം നല്ലോണം, എനിക്ക് കേൾക്കുന്നു ഡോക്ടറെ അടുത്ത്. അപ്പോൾ ഇവിടുത്തെ റിപ്പോർട്ട് എല്ലാം ദിവസം പോകുന്നുണ്ടല്ലോ അങ്ങോട്ടേക്ക് ഫാക്സ് വഴി. അപ്പം അച്ഛൻ്റെ കസിൻ്റെ തന്നെ വിളിച്ചു പറഞ്ഞു, ദാ സ്മിതേനെ കൊണ്ടുപോകണം നീ, അവിടെ എത്തിയതിന് ശേഷം സ്മിതേനെ നീ എന്തായാലും കൊണ്ടുപോകണം, ഹോസ്പിറ്റലിൽ ഒരു ചെക്കപ്പ് എല്ലാം നടത്തണം, ഞാൻ റിപ്പോർട്ടൊക്കെ ഇവിടുന്ന് ഫാക്സ് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ ഡോക്ടർ ഫാക്സ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പം എൻ്റെ അച്ഛൻ്റെ കസിൻ്റെ കൂടെ ഞാൻ പോയത്. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർമാർ എന്നെ ഇങ്ങനെ ഒരു നോട്ടം നോക്കി. എന്നോട് പറഞ്ഞു, നീ എന്താ നിന്നെപ്പറ്റി വിചാരിച്ചിരിക്കുന്നത്, നീ എന്താ നിന്റെ ജീവിതം കൊണ്ട് കളിക്കുന്ന, ഈ ഫെബ്രുവരി മാസത്തിന് ശേഷം ഞാൻ ഒരു റിപ്പോർട്ട് നമ്മളൊന്നും കണ്ടിട്ടില്ല, നീ ഒരു മരുന്നും എടുത്തിട്ടില്ലേ, അപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ ഇതിൻ്റെ അകത്ത്, നീ ഒരു ടെസ്റ്റിനും പോയതായിട്ട് നമ്മൾ കാണുന്നില്ല, ഇതാ ലാസ്റ്റ് റിപ്പോർട്ട് ഇതാണല്ലോ. പറഞ്ഞു എനിക്ക് എനിക്ക് പൂർണ്ണമായി എന്നെ ദൈവം സൗഖ്യമാക്കി എന്നുള്ള എനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ അവര് മൂന്നുപേരും ഇങ്ങനെ എന്നെ നോക്കി. മീൻസ് എല്ലാവരും അയ്യർമാരായിരുന്നില്ലേ, രണ്ട് അയ്യർമാരായിരുന്നു, ഒരു മീൻസ് ലൈക്ക് നോർമൽ ഹിന്ദു ആളായിരുന്നു. അപ്പൊ ഉടനെ എൻ്റെ അങ്കിള് പറഞ്ഞു, അവിടെ കുറേ വിഡ്ഢികളുണ്ട് ഡോക്ടറെ, ഇവളെ മനസ്സ് ഇങ്ങനെ മാറ്റിയിരിക്കുക, എന്തെല്ലോ അവളെ ചവിട്ടുമ്പിൽ പറഞ്ഞിട്ട്, അവൾ ഈ കുട്ടിയും അങ്ങനെ വിഡ്ഢിയായിരിക്കുക അവരെ വർത്താനം കേട്ടിട്ടെന്ന്. ഞാൻ ഉടനെ എനിക്ക് ഉണ്ടായി, എൻ്റെ അങ്കിളൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നങ്കിളെ, എൻ്റെ പൊന്നു ഡോക്ടർമാരെ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വിഡ്ഢിയൊന്നുമല്ല. ഓക്കെ, എനിക്ക് പൂർണ്ണം, എനിക്ക് എൻ്റെ ഐ ഫീൽ ദാറ്റ് ഐ എം കംപ്ലീറ്റ്ലി ഹീൽ. പിന്നെ എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കിയിട്ടുണ്ട്. അപ്പൊ അവരിങ്ങനെ നോക്കുക എന്നെ, ഇപ്പൊ ഈ കുട്ടി എന്താ ഈ സംസാരിക്കുന്നത്, ഒരു ഇതുപോലെ. അപ്പൊ എന്താ ഞാൻ ചെയ്യേണ്ടത് ടു പ്രൂവ് ടു യു, എനിക്കൊരു കുഴപ്പമില്ല. ഇപ്പൊ ഉടനെ പോയിക്കോ ബോൺ മാരോ ടെസ്റ്റ് എടുത്തോ. അയ്യോ, ബോൺ മാരോ ടെസ്റ്റ്, എനിക്ക് ബോൺ മാരോ ടെസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഇതാ. ബോൺ മാരോ ടെസ്റ്റ് എടുക്കണം, പല പല ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എഴുതി തന്നിട്ടുണ്ട്, അതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം, കുഴപ്പമില്ല. ഈ ബോൺ മാരോ ടെസ്റ്റ് നടത്തുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചിട്ടാണ്, 9ാമത്തെ ഫ്ലോറിൽ. അപ്പോ ഒമ്പതാമത്തെ ഫ്ലോറിൽ ഞാൻ അവിടെ പോയി, അങ്കിളും ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാണ്, ദൈവമേ എനിക്ക് ഒട്ടും വേന, ആ വേന എനിക്ക് സഹിക്കാൻ പറ്റില്ല ദൈവമേ, ഈ പ്രാവശ്യം എന്നെ കൂടെ നിൽക്കണമേ, എനിക്ക് ഒരു വേനയും സഹിക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരു ഇത് ഒന്നും എനിക്ക് അറിയാൻ പാടില്ല, അങ്ങനെ ഒരു ഇത് എനിക്ക് ചെയ്തു തരണമേ ദൈവമേ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഉള്ളിൽ പോയത്. എൻ്റെ പേര് വിളിച്ച് ഞാൻ ഉള്ളിൽ പോയി, അവിടെ കിടന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എപ്പം ചെയ്തു എപ്പം കഴിഞ്ഞു എന്ന് അറിഞ്ഞില്ല. എനിക്ക് എൻ്റെ യേശു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നുള്ള ആ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ ആ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. അപ്പോൾ അവർ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കഴിഞ്ഞു, ഇറ്റ്സ് ഓവർ, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു. ഞാൻ വെച്ച് കഴിഞ്ഞോ, എനിക്ക് ഒട്ടും എനിക്ക് വേദന അനുഭവിക്കണോ, ഐ ഡിഡ്ന്റ് ഫീൽ എനി പെയിൻ. അപ്പൊ ഞാൻ പറഞ്ഞു വാ, സ്തോത്രം. അപ്പൊ എനിക്ക് കംപ്ലീറ്റ് ഇതായിരുന്നു, ഈ റിപ്പോർട്ടും പെർഫെക്റ്റ്ലി നോർമൽ ആയിരിക്കും. ഞാൻ ഒക്കെ അങ്കിളുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു ഒരാഴ്ച, ബിക്കോസ് അവിടെ ഒത്തിരി പേഷ്യൻസ് ഉണ്ട്. ഓക്കെ, വൈകിട്ട് അല്ലെങ്കിൽ 1 വീക്ക് ടൈം മാക്സിമം. അപ്പൊ എനിക്ക് അടുത്ത ദിവസം എനിക്ക് തിരിച്ച് കേരളയിൽ പോകേണ്ടതായിരുന്നു. അപ്പൊ ഞാൻ കേരളയിൽ പോയി. അപ്പോൾ അച്ഛൻ കാണാ എന്നെ വിളിച്ച് പറയുന്നു, മോളെ അത്ഭുതം എന്ന് പറയാലോ, നിനക്ക് ആ ബോൺ മാരോ ടെസ്റ്റിലും മറ്റേ ബ്ലഡ് ടെസ്റ്റിലും ഒന്നും ഒരു ട്രേസ് ഇല്ല ക്യാൻസറിന്റെ. നീ മീൻസ് ലൈക്ക് കംപ്ലീറ്റ്ലി അവരെന്നെ അത്ഭുതപ്പെട്ടിട്ടിരിക്കുക. അവരെല്ലാവരും ഇങ്ങനെ അവരെല്ലാവരും ആ സമയത്ത് എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടില്ലായിരുന്നല്ലേ, നീ എന്തുകൊണ്ട് നീ മരുന്നെടുക്കുന്നത്, നിന്റെ യേശു നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം എന്നല്ലേ നീ പറയുന്നത്, നീ എന്തിനാ മരുന്നെടുക്കുന്നത്? ആ ചോദ്യത്തിന് ഉത്തരമായിരുന്നു അവർക്ക് ദൈവം കൊടുത്തത്. ലൈക്ക് അവർക്ക് എല്ലാവരും അത്ഭുതമായിരുന്നു. ലൈക്ക് ഒട്ടും ഞാൻ മരുന്നെടുത്തിട്ടില്ലായിരുന്നു അതിന്റെ ശേഷം. ലൈക്ക് ആ മരുന്ന് ഞാൻ അതുപോലെ കച്ചറയെ കൊണ്ട് കളഞ്ഞായിരുന്നു ഞാൻ. അപ്പം അവരെല്ലാവരും അത് അറിയുന്ന ഒരു സംഭവം, അച്ഛൻ കാരണം ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ അടുത്ത്, അല്ലെ മോള് ഇങ്ങനെ ഒരു കളി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അങ്കിള് അങ്ങനെ പറഞ്ഞു, അവിടെ കുറെ വിഡ്ഢികളുണ്ട്, ഈ കുട്ടീനെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുക, ഈ കുട്ടിയും അങ്ങനെ വിശ്വസിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വിഡ്ഢിയൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ അച്ഛനത് പറഞ്ഞില്ലേ ആ സമയത്ത്, എന്നെ ദൈവം എന്നെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കിയിരിക്കുന്നു, ഇതിനെല്ലാം വലിയ കാര്യം ഉണ്ടായിരുന്നു ഈ ടെസ്റ്റും മറ്റേതും മറിച്ചതും. ആ ദിവസം തൊട്ടിട്ട് ഈ ദിവസം വരെ ഞാൻ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മരുന്നും എടുത്തിട്ടില്ല. ആ ഒരു വിശ്വാസം ദൈവം എന്നെ പൂർണ്ണമായിട്ട് സൗഖ്യമായി. ഹീസ് ആ ഹീലർ. ഡോക്ടർമാർ കൈവിട്ടാലും കൈവിടാത്ത ദൈവമാണ്. അത് ദൈവത്തിന് ഒരു പ്രോമിസ് ആണ്. ഐ വിൽ നെവർ ലീവ് യു നോ forsake you. നമ്മൾ ഒരിക്കലും പറ്റമ്മ വിട്ടാലും കൈവിട്ടാലും
അച്ഛനമ്മക്ക് കണ്ടില്ലേ സംശയം ഉണ്ടായിരുന്നു. അച്ഛനമ്മ അത് നോർമലാണ്. അത് എല്ലാ അച്ഛനമ്മമാർക്കും പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷെ അച്ഛനും അമ്മയും കൈവിട്ടാലും, അമ്മ കൈവിട്ടാലും, പെറ്റമ്മ കൈവിട്ടാലും ഞാൻ കൈവിടത്തില്ല എന്നൊരു സത്യം ചെയ്തിരിക്കുന്ന ഒരു ഒരു വാക്ക് തന്നിരിക്കുന്ന ദൈവമാണ് നമ്മളെ ദൈവം. അങ്ങനെ ആഹ് ആഹ് ഇത് മീൻസ് എനിക്ക് ഈ ദൈവം അത്ഭുതമായ സൗഖ്യം തന്ന സമയത്ത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ നടന്നു. ഒരു മാറ്റം ഉണ്ടായി. വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ പറയാ ഈ സ്കിന്നിന്റെ കളർ ഇങ്ങനെയല്ലായിരുന്നു. എൻ്റെ അനിയത്തി ഭയങ്കര സുന്ദരിയാണ്. സുന്ദരിയാന്ന് പറഞ്ഞാൽ ഭയങ്കര വെളുത്ത മോളാണ്. അപ്പോൾ ഞാൻ അവളെ കാണുമ്പോൾ ഒക്കെ പറയും, അയ്യോ ഇവള് നല്ല സുന്ദരിയാണല്ലോ, ഞാനെന്ത് ഇങ്ങനെ ഇരിക്കുന്നത്. ഇളം കളർ, ഡാർക്ക് കോംപ്ലക്ഷൻ, ഡസ്കി കോംപ്ലക്ഷൻ ആയിരുന്നു. അപ്പം ദൈവം എൻ്റെ ഈ കളർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി. ആൾക്കാർ ഇപ്പോഴത്തെ കാലം നോക്കിയാൽ എന്തൊക്കെ മരുന്നുകൾ ഉപയോഗിക്കുന്നു, എന്തൊക്കെ ഇഞ്ചക്ഷൻസ് ഉപയോഗിക്കുന്നു ഒന്ന് കുറച്ച് കളറ് കൂട്ടാൻ. പക്ഷെ കർത്താവ് എന്നെ ആ സമയത്ത്, നമ്മൾ പറയത്തില്ലേ, ഡിലൈറ്റ് യുവർ സെൽഫ് ഇൻ ദ ലോർഡ് ആൻഡ് ഹി വിൽ ഗ്രാന്റ് യു ദ ഡിസൈർസ് ഓഫ് യുവർ ഹാർട്ട്. ആ ഒരു വചനമില്ലേ ദൈവത്തിന്, അതുപോലെ ദൈവത്തിന് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ വിശ്വസിച്ച് പോകുമ്പോൾ ദൈവം എല്ലാ ഹൃദയത്തിന്റെ ആശകളും നിറവേറ്റി തരും. ആ ഒരു അപ്പൊ ഞാൻ പിന്നെ പഠിപ്പില് ഞാൻ എനിക്കധികം ബുദ്ധിയൊന്നും അത്ര നല്ലോണം പഠിക്കുന്ന കുട്ടിയല്ലായിരുന്നു ഞാൻ. പിന്നെ നമ്മള് ഒരു വചനമുണ്ട്, ഇഫ് എനി ഓഫ് യു ലാക്ക് വിസ്ഡം യു ആസ്ക്. നിങ്ങളിൽ ആരെങ്കിലും ജ്ഞാനം ഇല്ലാത്ത ബുദ്ധി ഇല്ലാത്ത നിങ്ങൾ ദൈവത്തിനടുത്ത് ചോദിച്ചാൽ ദൈവം ഫ്രീലി തരും നിങ്ങൾക്ക്. ആ ഒരു വചനമുണ്ട് ജെയിംസിൽ. അപ്പോൾ ഞാൻ എപ്പോഴും കർത്താവിനടുത്ത് പറയും, കർത്താവ് എനിക്ക് ഇങ്ങനെ നല്ലോണം പഠിക്കാൻ പറ്റണമേ, നല്ല മാർക്സോടെ പാസ്സാകാൻ പറ്റണമേ. അത് ദൈവം വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ, ദൈവം അനുഗ്രഹിച്ചാൽ മാത്രമേ എനിക്ക് അങ്ങനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് എനിക്ക് നല്ലോണം പഠിക്കാൻ പറ്റി. ടീച്ചർമാരുടെ എല്ലാവരുടെയും പെറ്റായിട്ട് മാറി ഞാൻ. ഇങ്ങനെ നല്ലോണം നല്ല മാർക്സോടെ പാസ്സാകാനെല്ലാം പറ്റി. അങ്ങനെ ഒരു മാറ്റം. ഈ ഞാൻ പള്ളിയിലൊക്കെ പോകുമ്പം ഈ നമ്മൾ ഇംഗ്ലീഷ് സർവീസിൽ പോവാറുണ്ടായിരുന്നു, മലയാളം സർവീസിലും പോവാറുണ്ടായിരുന്നു, ഇംഗ്ലീഷ് കമ്പൈൻ സർവീസ് എല്ലാ ആൾക്കാരും വരും. പാകിസ്ഥാനീസ്, ഫിലിപ്പീനോസ്, ഇന്ത്യൻസ്, എല്ലാ ദേശത്തുള്ള ആൾക്കാരും ആ സർവീസിൽ വരുമായിരുന്നു പ്രാർത്ഥിക്കാൻ. അപ്പം ഈ ഉറുദു കോൺഗ്രസിലുള്ള ആൾക്കാർ വരുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും, അയ്യോ എന്ത് രസത്തിലാ അവര് വസ്ത്രം ധരിക്കുന്നേ, അവര് എന്ത് രസാ കാണാൻ. ഞാൻ മുന്നോട്ട് വരുമ്പോൾ ഞാൻ പറയാം, അതൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു. ഓക്കെ. ഈ 95 ഞാൻ കോയറിൽ ജോയിൻ ചെയ്തു. നല്ലോണം ഇങ്ങനെ ഓരോരോ വർഷം പോയി. 93, 90, 1994, 95 ഞാൻ 10ൽ പഠിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ പാട്ട് പാടണം ഭയങ്കര ഇഷ്ടം. ഇറ്റ് വാസ് മൈ പാഷൻ. കർത്താവിന് വേണ്ടി പാട്ട് പാടണം, ഫോർ ഹിസ് ഗ്ലോറി പാട്ട് പാടണം. ഞാൻ കോയറിൽ ജോയിൻ ചെയ്തു. ലൈക്ക് 10ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ. ഇപ്പോഴും ഞാൻ മെയിൻ കോയറിലുണ്ട്. ഞാൻ മൺഡേ നമ്മൾ തിങ്കളാഴ്ച സർവീസിൽ 2 വർഷം, ഓൾമോസ്റ്റ് 2 വർഷം ഞാൻ വൺ ഓഫ് ദി വർഷിപ്പ് ലീഡേഴ്സ് ആയിരുന്നു. ഇപ്പോൾ ഒരു ചെറിയൊരു ഇടവേളയിലാണ്, ബ്രേക്കിലാണ്. ദൈവം എന്നെ അങ്ങനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ലൈക്ക് ഒരു ടാലന്റ് അത് പാട്ട് കോയറിൽ ജോയിൻ ചെയ്തു. ഭയങ്കര ആശയാണ്. ഇപ്പോഴും ഇപ്പോഴും കോയറിലുണ്ട്, ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ 96 അച്ഛനൊരു എന്തോ ഒരു ചെറിയൊരു ബിസിനസ് കേസിന്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾക്ക് നാട്ടിൽ പോകേണ്ടി വന്നു. ആ സമയത്ത് ഞാൻ 12th പഠിക്കുമായിരുന്നു. 12th ജസ്റ്റ് കയറിയെന്നുള്ളൂ. ആ സമയത്ത് എനിക്കും അമ്മക്കും അനിയത്തിക്കും ഇവിടുന്ന് വിട്ടു പോകേണ്ടി വന്നു. ഫാമിലി വിസേന്റെ ഒരു ചെറിയൊരു പ്രശ്നമായുണ്ട്. അച്ഛൻ ഇവിടെ നിൽക്കേണ്ടി വന്നു. പക്ഷെ നമ്മൾ 3 പേര് നാട്ടിൽ പോയി. സെയിന്റ് മേരീസ് തിരുവല്ലയായിരുന്നു എനിക്ക് പിന്നെ അഡ്മിഷൻ കിട്ടിയത്. അവിടുത്തെ തിരുവല്ലയിലെ സെയിന്റ് മേരീസ് സ്കൂളിൽ. എനിക്ക് അമ്മേനെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു വിഷമം ഞാൻ കർത്താവിനടുത്ത് പറഞ്ഞപ്പോൾ കർത്താവ് അമ്മക്ക് അവിടെ വാർഡന്റെ ഒരു ജോലി ഒരുക്കി തന്നു. അവിടുത്തെ വാർഡൻ പെട്ടെന്ന് പോകുന്ന ആരും ഇല്ലാത്തതുകൊണ്ട് അമ്മക്ക് വാർഡന്റെ ജോലി കിട്ടി അവിടെ. ആ ഒരു ആശയം കർത്താവ് നിറവേറ്റി തന്നു. അവിടെ ഒരു വർഷം പഠിച്ചു, 12th പഠിച്ചു. നല്ല മാർക്സോടെ പാസ്സാവുകയും ചെയ്തു. പിന്നെ 98 ഇവിടെ ഞാൻ തിരിച്ചു വന്നു. 98 വന്ന് ഇവിടെ കോയറിൽ പിന്നെയും ജോയിൻ ചെയ്തു. പള്ളിയിലും പോകാൻ തുടങ്ങി. പിന്നെ അവിടെ പാസ്റ്റർ PG വർഗീസ് ഇല്ലേ, പാസ്റ്റർ PG വർഗീസ് അങ്കിളുടെ റിവൈവൽ മീറ്റിംഗ് ആയിരുന്നു 3 ദിവസം. അപ്പൊ ഞാൻ കോയറിലുള്ളതുകൊണ്ട് നമ്മൾ മുമ്പിലായിരുന്നു ഇരുന്നത്. ആ സമയത്ത് ഞാൻ ഈ കല്യാണ പ്രായം ആയില്ലെങ്കിലും ഞാൻ ആ സമയത്തെല്ലാം എപ്പോഴും എല്ലാവരും പറയും, നിങ്ങളെ ലൈഫ് പാർട്ട്ണറിന് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് ഈ ലോകത്ത് കൂടെ വന്നതല്ലേ, കർത്താവിന്റെ വിശ്വാസത്തിൽ വന്നതുകൊണ്ട് ചില ആൾക്കാർ പറഞ്ഞു, ഇവിടെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ? കാരണം ഇവൾക്ക് ബ്ലഡ് ക്യാൻസർ ആയിട്ട് വന്നതല്ലേ, കുട്ടിയല്ലേ, ഇവിടെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ? അപ്പം പക്ഷെ എന്നാലും എനിക്ക് അവർ പറയുന്ന ഒന്നും ഞാൻ കേൾക്കില്ലായിരുന്നു. കാരണം എനിക്കറിയാം എൻ്റെ ദൈവം എല്ലാ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ ഓവർ മൈ ലൈഫ്.
ഓക്കെ, എനിക്ക് ഒരു കാര്യം വെച്ചിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കർത്താവ് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 25 തൊട്ട് 27-ാമത്തെ വാക്യത്തിൽ കർത്താവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾ പൂക്കളെ നോക്ക്, നിങ്ങൾ കിളികളെ നോക്ക്, ഞാൻ അവരെ അത്രയും നല്ലോണം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ നോക്കത്തില്ലേ? അതാണ് ദൈവത്തിന്റെ വചനം. അത് ദൈവത്തിന്റെ ഒരു പ്രോമിസ് ആണ്, നമ്മൾ നല്ലവണ്ണം നോക്കുന്നുള്ളത്. നമ്മൾ ഇതിനെപ്പറ്റി പറയേണ്ട ആവശ്യം, ഞാൻ ഒന്ന് ആ വചനം എപ്പോഴും ഞാൻ ഇങ്ങനെ വായിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു ഇതുണ്ട്, ശക്തിയുണ്ട്, അതിന് ശക്തമായൊരു വിശ്വാസമുണ്ട്. അത് ദൈവം എല്ലാം നല്ലപോലെ നടത്തും. ഇവരെന്ത് പറഞ്ഞോട്ടെ കുഴപ്പമില്ല. പറയുന്ന ആൾക്കാർ പറഞ്ഞോട്ടെ കുഴപ്പമില്ല. അപ്പം ഞാൻ എപ്പോഴും കർത്താവിനടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു, കർത്താവെ, ഞാൻ ഞാൻ കല്യാണം പോയപ്പോ എന്നെ എന്താ പറയാ, ലൈഫ് പാർട്ട്ണർ ദൈവവിശ്വാസിയായിരിക്കണം. ഈ കള്ളുകുടിയോ സിഗരറ്റ് വലിയോ അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഈ പെൺകുട്ടികളെ നോക്കുന്ന ആ ഒരു വൃത്തികെട്ട സ്വഭാവം ഒന്നും ഇല്ലാത്തൊരു നല്ലൊരു ഹൃദയമുള്ള ഒരു വ്യക്തി. പിന്നെ ആ സമയത്ത് ഹോസ്റ്റലിലായിരുന്നല്ലോ നമ്മൾ ഇരുന്നത്, ആ ഒരു വർഷം. അവിടെ കുറച്ച് പടങ്ങളൊക്കെ കണ്ടിരുന്നത്. അപ്പോൾ ഒരു നടന്റെ ഒരു ഇത് എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞന്നായിരുന്നു. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ മീൻസ് എൻ്റെ ലൈഫ് പാർട്ട്ണർ ഈ നടനെ പോലെ ആയിരിക്കണം കാണാൻ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു. പക്ഷേ ഏറ്റവും വലിയ കാര്യം ദൈവവിശ്വാസിയായിരിക്കണം. അപ്പൊ ഞാൻ ഈ മീറ്റിങ്ങിൽ പോയപ്പം എൻ്റെ ലൈഫ് പാർട്ട്ണർ അവിടെ വെച്ച് കണ്ടു. ലൈക്കിന നവീനെ ഞാൻ അവിടെ കണ്ടു. കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ലൈക്കിന ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഞാൻ വിചാരിച്ച പോലത്തെ വ്യക്തിയാണല്ലോ ഇത്. ഇപ്പൊ ഞാൻ സൗമ്യനെ കാണിച്ചു, എൻ്റെ അനിയത്തിനെ ഞാൻ കാണിച്ചു. മോളെ നീ നോക്കിയേ, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും എൻ്റെ അനിയത്തിൻ്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യവും ഞാൻ ഷെയർ ചെയ്യും, അമ്മേൻ്റെ അടുത്തും ഞാൻ ഷെയർ ചെയ്യും. അപ്പൊ അനിയത്തി കണ്ടപ്പോൾ അവളും ഞെട്ടിപ്പോയി. അയ്യോ, അത് ശരിയാണല്ലോ. പക്ഷേ അത് വിശ്വാസം, കാരണം ആ മീറ്റിംഗിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ബിലീവേഴ്സും വന്നിട്ടുണ്ടായിരുന്നു, അൺബിലീവേഴ്സും വന്നിട്ടുണ്ടായിരുന്നു, പല ജാതിക്കാരും അല്ലെങ്കിൽ വിശ്വാസമുള്ള ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അറിയില്ലല്ലോ ഇത് ദൈവവിശ്വാസം. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ വീട്ടിൽ പോയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ്, ഞാൻ ഇങ്ങനത്തെ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കർത്താവിനെ നല്ലോണം അറിയാം. കർത്താവ് വചനം പറയുമ്പോൾ നമ്മൾ തലയിൽ ഒരു മുടി പോലും പോകത്തില്ല കർത്താവ് അറിയാതെ. എല്ലാം കർത്താവ് അറിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഞാൻ കർത്താവിന് ഓക്കെ, ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ കർത്താവിന് മുമ്പിൽ ഞാൻ വെച്ചിരിക്കുക. എല്ലാം ദൈവഹിതം പോലെ നടക്കട്ടെ. കർത്താവ് എന്താ ആശിക്കുന്നത് അതുപോലെ നടക്കട്ടെ. പിന്നെ വെള്ളിയാഴ്ച വന്നു. വെള്ളിയാഴ്ച വന്നാൽ കമ്പൈൻഡ് സർവീസാണ് നമ്മളെ പള്ളിയിൽ. ആ സമയത്ത് സ്വന്തം പള്ളിയല്ലായിരുന്നു, സെയിന്റ് ക്രിസ്റ്റോഫർ ചർച്ച് വെച്ച അലൻ മോറിസ് ഹാളിലായിരുന്നു നമ്മൾ മിക്സ്ഡ് കമ്പൈൻഡ് സർവീസ് നടന്നുകൊണ്ടിരുന്നത്, ഇംഗ്ലീഷ് സർവീസ്. എല്ലാവരും, ഞാൻ പറഞ്ഞില്ല, ദേശത്തിലെ ആൾക്കാരും വരും, വിശ്വാസികളും വരും. അപ്പോൾ ആ സർവീസിൽ വെച്ച് ഞാൻ നവീദിനെ പിന്നെയും കണ്ടു. അതോ നവീദ് നിൽക്കുന്ന ആരോടെയാ, ഉറുദു പാസ്റ്ററിന്റെ കൂടെയായിരുന്നു നിന്നത്. ഞാൻ പറഞ്ഞു, കർത്താവേ, പാകിസ്ഥാനിയോ? പക്ഷെ എന്നാലും നമ്മളെല്ലാവരും ഒന്നാണ്. യേശുവിൽ വചനം പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ഒരു വചനല്ലേ ഗലേഷ്യൻസിൽ, ഇറ്റ് ഇസ് ഇൻ ഗലേഷ്യൻസ്. ഗലേഷ്യൻസിൽ പറഞ്ഞിട്ടുണ്ട്, ദർ ഇസ് നെയ്തർ ജൂ നോർ ഗ്രീക്ക്, ദർ ഇസ് നെയ്തർ മെയിൽ നോർ ഫീമെയിൽ, ദർ ഇസ് നെയ്തർ സ്ലേവ് നോർ ഫ്രീ, ബട്ട് വി ആർ ഓൾ വൺ ഇൻ ക്രൈസ്റ്റ്. നമ്മളെല്ലാവരും യേശുവിൽ ഒന്നാണ്. അപ്പം നമ്മൾ അവിടെ പോകുമ്പം പാകിസ്ഥാനിന്നോ അല്ലെങ്കിൽ ഫിലിപ്പീനോ അങ്ങനെ നമ്മളെല്ലാവരും ദൈവത്തിന്റെ കണ്ണിൽ ഒന്നാണ്. വി ആർ ഓൾ വൺ ഇൻ ക്രൈസ്റ്റ്, വൺ ബോഡി. അപ്പോൾ ഞാൻ വെച്ചു, ഓക്കെ, പാകിസ്ഥാനി, ഓക്കെ, കുഴപ്പമില്ല. ഞാൻ പക്ഷെ എനിക്ക് ഒട്ടും ധൈര്യമില്ലായിരുന്നു മുന്നോട്ട് പോയിട്ട് ഒന്നും പറയാനോ ഒന്നും. ഞാൻ എല്ലാ മീറ്റിങ്ങിലും കാണും, പുള്ളിക്കാരനെ കാണും. പുള്ളിക്കാരൻ ഇങ്ങനെ കൊയറിലുള്ളതുകൊണ്ട് പുള്ളിക്കാരനും പാട്ട് പാടും. അവരുടെ ഇത് വരുമ്പേ നമ്മളും പാട്ട് പാടും, നമ്മളിങ്ങനെ നോക്കും. പക്ഷെ ഒട്ടും ധൈര്യമില്ല, കാരണം എനിക്കൊരു ഗ്രീൻ സിഗ്നൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ഏനോ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഒരു പറയില്ല, ഒരു ഇത്, ഓക്കെ, നിങ്ങൾ പോയിക്കോ, നീ പോയിക്കോ, അങ്ങനത്തെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. 1999 ഒരു ഒരു ഡിസംബറിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ചർച്ചിൽ ഓരോരോ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ, ഗിഫ്റ്റ് കൊടുക്കാൻ, ടോക്കൺ ഓഫ് അപ്രിസിയേഷൻ കൊടുക്കാൻ ഞാനായിരുന്നു അതിൻ്റെ മെയിൻ ആള്. ആ പ്രോഗ്രാമിൻ്റെ അവരായിരുന്നു. എൻ്റെ പാസ്റ്റർ പറഞ്ഞു, നീയാണ് ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ ആള്, നീ ആയിരിക്കണം സംസാരിക്കേണ്ടത്, എല്ലാവരും ഇൻവൈറ്റ് ചെയ്യേണ്ടത്, എല്ലാവരും സ്റ്റേജിൽ വിളിക്കേണ്ടതൊക്കെ നീയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നീയാണ് ഈ പ്രോഗ്രാമിൻ്റെ വലിയ ആൾ, ഹോസ്റ്റ് എന്ന് പറഞ്ഞു. ഞാൻ ആ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ സാക്ഷ്യം ഒരു 5 മിനിറ്റ്സ്, ഞാൻ 5 മിനിറ്റ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ സാക്ഷ്യം. ദൈവം എന്നെ എങ്ങനെ തൊട്ട് സൗഖ്യമായിരുന്നു. അത് കേട്ടതും പുള്ളിക്കാരൻ്റെ ഹൃദയം അങ്ങ് തൊട്ടു. എൻ്റെ സാക്ഷ്യം, ഞാൻ പറഞ്ഞ സാക്ഷ്യം പുള്ളിക്കാരൻ കേട്ടപ്പോൾ ഉടനെ ആ പുള്ളിക്കാരൻ്റെ ഹൃദയം അങ്ങ് തൊട്ടു. ലൈക്ക് ഇറ്റ് വാസ് എ ഹാർട്ട് ടച്ചിങ് ടെസ്റ്റിമണി. അതിൻ്റെ ശേഷം പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞപ്പം കാണാൻ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വരുന്നു. നമ്മൾ കർത്താവേ, എൻ്റെ അടുത്ത് വരുന്നു. അതെല്ലാം ഞാൻ കർത്താവിൻ്റെ അടുത്ത് എൻ്റെ സ്വന്തം അച്ഛനെ പോലെ ഞാൻ പറയും, കർത്താവേ, എൻ്റെ അടുത്താണല്ലോ വരുന്നത്. അവ കൈ തന്നിട്ട് പറഞ്ഞു, സ്മിതേൻ്റെ ടെസ്റ്റിമണി ഞാൻ കേട്ടു, എൻ്റെ ഹൃദയത്തിന് തൊട്ടു. എന്നെ ഒത്തിരി ഫീൽ ചെയ്യുന്ന ഒരു ടെസ്റ്റിമണി ആയിരുന്നു, ഹാർട്ട് ടച്ചിങ് ടെസ്റ്റിമണി ആയിരുന്നു. ദൈവം എന്നെ ഒത്തിരി അനുഗ്രഹിക്കാൻ പറഞ്ഞിട്ട് കൈ തന്നിട്ട് പോയി. പക്ഷെ അതിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ എല്ലാ മീറ്റിംഗ് കാണുമ്പം ഇങ്ങനെ സംസാരിക്കും. പിന്നെ നമ്മൾ നമ്പേഴ്സ്
കൊടുത്തു, സംസാരിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ തീരുമാനിച്ചു, ലൈക്ക് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല, ഞാൻ ആ തീരുമാനത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല. കാരണം എനിക്ക് അച്ഛനും അമ്മേൻ്റെ അടുത്ത് സംസാരിക്കണം. എനിക്കറിയില്ല, കാരണം ആ ആ സമയത്ത് എല്ലാവരും പള്ളിയിൽ പോകുന്നുണ്ടെങ്കിലും ആ ഒരു ഇന്ത്യൻ പാകിസ്ഥാനിന്റെ ആ ഒരു തോട്ട് എല്ലാവരുടെ മനസ്സിലുണ്ട്. ഇപ്പോഴും ഞാൻ ഇപ്പോൾ പറയാലോ, എല്ലാവരും നല്ല ഇപ്പം ഞാൻ ഈ നവീദ് എൻ്റെ കാര്യം അച്ഛനും അമ്മേൻ്റെ അടുത്ത്, നവീദിന് അച്ഛനും അമ്മേൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ ഫോട്ടോ നവീദിന് അമ്മക്ക് കാണിച്ചപ്പം നവീദിന് അമ്മ പറഞ്ഞു, യോ ഞാൻ ഈ കുട്ടീനെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അവര് അമ്മ ഏതോ ഒരു സ്ഥലത്ത് പോയപ്പം ഒരാള് വീട് നോക്കാൻ പോയതാ. മീൻസ് ലൈക്ക് ആ വീട് ആളെ കാണുന്നില്ല. അപ്പൊ ഞാന് ഇങ്ങനെ ഒരു ചട്ടിയില് വെള്ളം എടുത്തോണ്ട് ഞാൻ ഇങ്ങനെ വരുക. അപ്പൊ അമ്മ എന്നെ കണ്ടപ്പം ചോദിച്ചു, മോളെ ഇങ്ങനത്തെ ഒരാളുണ്ട് ഇവിടെ താമസിക്കുന്നു, മോൾക്കറിയാം അവരെ വീട് എവിടെയാ? അപ്പൊ ഞാൻ കാണിച്ചു കൊടുത്തു, അവിടുന്ന് പോയിട്ട് അങ്ങ് വടത്തോ മീൻസ് റൈറ്റ് പോയാൽ അവരെ വീട് എവിടെയാ? അപ്പോ നവീദിന്റെ അമ്മ എന്നെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, എന്റെ ഫോട്ടോ കണ്ടപ്പോ. അപ്പൊ അമ്മ പറഞ്ഞു, ഓ എനിക്ക് കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഈ കുട്ടീനെ എനിക്ക് കൂട്ടി, നമുക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പം അമ്മക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം നവീദിന്റെ ജോലി ഒരു സ്റ്റാഫ് ഹോൾഡർ ആയിരുന്നു നവീദ് ആ സമയത്ത്. പിന്നെ ശമ്പളം ഭയങ്കര കുറവായിരുന്നു. എന്നെയാണെങ്കിൽ അച്ഛനും അമ്മയും ഒരു റാണീനെ പോലെയാ വളർത്തിയത്. വളർത്തുന്നതും അങ്ങനെയാണ് എൻ്റെ അമ്മ എന്നെ വളർത്തിയത്. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിക്കും, നീ ഈ ചെക്കനെ കല്യാണം കഴിച്ച് നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഈ കുട്ടീൻ്റെ ശമ്പളം കാണണ്ട. അപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് ആ സമയത്ത് കുറേ ആൾക്കാരുണ്ട്, എൻ്റെ അമ്മേനെ പോലെയുള്ള ആൻറ്റിമാർ, ഇങ്ങനെ മദർ ഫിഗർ എന്ന് പറയത്തില്ലേ, ഫാദർ ഫിഗർ പോലത്തെ അങ്കിൾമാരുണ്ട്, ആൻറ്റിമാരുണ്ട്. എൻ്റെ നന്മക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ നിന്റെ അച്ഛനും അമ്മയും നിന്നെ പൊന്നു പോലെയല്ലേടാ വളർത്തുന്നത്, എനിക്ക് ഇങ്ങനെ ഈ കുട്ടീനെ കല്യാണം കഴിക്കണമെന്നുണ്ട്, ഈ ചെക്കനെ കല്യാണം കഴിക്കണം, എനിക്ക് തോന്നുന്നുണ്ടോ അവനെ നിന്നെ അച്ഛനമ്മ പോറ്റുന്ന പോലെ? ഞാൻ ആ സമയത്ത് വിശ്വാസത്തോടെ ഞാൻ പറഞ്ഞു, ലൈക്ക് മൈ ഗോഡ് ഇസ് യഹോവ ജൈറ, മൈ പ്രൊവൈഡർ. ഇന്ന് ചിലപ്പം നവീദിന്റെ ജോലി പൊസിഷൻ അത്ര നല്ല ആയിരിക്കില്ല, പക്ഷെ നാളെ വേറൊരു സമയം ദൈവം നവീദിന്റെ ജോലി സ്ഥാനത്ത് ഉയർത്തും, നല്ല ശമ്പളം കൊടുക്കും, നമ്മുടെ എല്ലാം ദൈവം പ്രൊവൈഡ് ചെയ്യും. എനിക്ക് അതിനെപ്പറ്റി കർത്താവിന്റെ ഒരു പ്രോമിസാ, ഒന്നിനെ കൂട്ടി വിഷമിക്കേണ്ട ആവശ്യമില്ല. ഗോഡ് ഇസ് ജഹോവ ജൈറ, ഈസ് അവർ പ്രൊവൈഡർ, ഗോഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ് എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്, അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി ഇൻ ക്രൈസ്റ്റ് ജീസസ്. അത് ദൈവം എല്ലാം തരും. ഗോഡ് ഷാൽ, നിങ്ങൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ദൈവം പ്രൊവൈഡ് ചെയ്യുന്നുള്ള ആ ഒരു വാക്കാണ് ദൈവത്തിന്റെ, അത് പ്രോമിസ്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ നാളെ പറ്റി ഞാൻ വിഷമിക്കത്തില്ല, ദൈവം നടത്തും, ദൈവം എല്ലാം പ്രൊവൈഡ് ചെയ്തു തരും, എനിക്ക് ഒന്നിനും കൊണ്ട് വിഷമമില്ല. അപ്പം അവസാനം ഞാൻ പിന്നെ അമ്മേൻ്റെ അടുത്തും പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് വേറൊരാളെ ചതിക്കാൻ പറ്റത്തില്ല, ഒരാളെ സ്നേഹിച്ച് വേറൊരാളെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റത്തില്ല. പക്ഷെ എൻ്റെ മനസ്സങ്ങനെ സമ്മതിക്കത്തില്ല. കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നവീദിനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. എനിക്കറിയാം പാകിസ്ഥാനിലെ പോകേണ്ട പ്രശ്നവും ഇവിടുത്തെ പ്രശ്നവും എല്ലാം എനിക്കറിയാം. പക്ഷെ ഇത് ദൈവഹിതാണെന്ന് എനിക്ക് നല്ലോണം ഒരു വിശ്വാസമുണ്ട്. നവീദിന്റെ അമ്മയും പറഞ്ഞു എന്നെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ ഈ കല്യാണത്തിന് പോകത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. വേറെ ഒരു ഇതൊന്നുമില്ല. പക്ഷേ അവസാനം അച്ഛനും അമ്മയും സമ്മതിച്ച് ഇവിടുത്തെ ബഹ്റൈനിലെ അവാലി ചർച്ചിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നടന്നത്. നല്ലതായിട്ട് പോയി, ദൈവം എല്ലാം നല്ലോണമായിട്ട് നടത്തി. കല്യാണമൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ശേഷം 6 മാസത്തിന് ശേഷം ഞാൻ കൺസീവ് ചെയ്തു. പിന്നെ കൺസീവ് ചെയ്ത ഉടനെ കുട്ടി നഷ്ടപ്പെട്ടു. മീൻസ് അതിൻ്റെ ശേഷം 4 മിസ്കാരേജസ് ഉണ്ടായിരുന്നു. ഈ ഫസ്റ്റ് 4 മിസ്കാരേജസ്. അപ്പോൾ ആ സമയത്ത് ഡോക്ടർ ഇങ്ങനെ ചെക്കപ്പ് ചെയ്ത് പറഞ്ഞു, സ്മിത ഇപ്പം നിങ്ങൾ ഫാമിലി പ്ലാനിങ് ചെയ്യേണ്ട, കാരണം നിന്റെ യൂട്രസ് വീക്കാണ്. ആ സമയത്തും ഇന്നും ഞാൻ ഈ ഡോക്ടർമാർ കേൾക്കുന്ന ചെവിടെ കൂടെ കേൾക്കും, പക്ഷെ അത് ഓർത്തിട്ട് ഞാൻ ഒട്ടും വിഷമിക്കാറില്ല. കാരണം അതിനെക്കാട്ടും വലിയ ദൈവമാണ് നമ്മളെ ദൈവം. യേശു കർത്താവ് ഞങ്ങൾ സൗഖ്യദായകനാണ്. യേശു കർത്താവിന് അവിടെ ദർ ഇസ് നത്തിങ് ഇമ്പോസിബിൾ ഫോർ ഹിം, ഒന്നും അസാധ്യമല്ല. ഓക്കെ, എൻ്റെ യൂട്രസ് വീക്കാണെങ്കിൽ അത് നല്ല സ്ട്രോങ് യൂട്രസ് ആക്കിയിട്ട് എനിക്ക് ദൈവം, ചിൽഡ്രൻ ആർ എ ഹെറിറ്റേജ് ഫ്രം ലോഡ് എന്നാണ് സാംസിൽ പറയുന്നത്, സങ്കീർത്തനത്തിൽ പറയുന്നത്, ചിൽഡ്രൻ ആർ എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. അത് ദൈവം എപ്പോഴും എനിക്ക് ഗിഫ്റ്റ് തരാൻ ഉദ്ദേശിക്കും, അപ്പോൾ എനിക്ക് കിട്ടും. അപ്പോൾ 2004 നേതൻ ജനിച്ചു. ഹെൽത്തി ബേബി ആയിരുന്നു, 4 കിലോ, നോർമൽ ഡെലിവറി ആയിരുന്നു 2004. നേതൻ ജനിച്ചു, 4 കിലോ ആയിരുന്നു, നല്ല ഹെൽത്തി ബേബി ആയിരുന്നു. സമയം ഒത്തിരി എടുത്തു, ഒത്തിരി കഷ്ടപ്പെട്ടു, എന്നാലും എല്ലാം നല്ലതായിട്ട് പോയി.
എനിക്ക് ദൈവം നല്ലൊരു ഹെൽത്തി ബേബിനെ തന്നു. ആ സമയത്ത് 2004 എന്ന് പറഞ്ഞാൽ മോനായതിനു ശേഷം ഒരു ചെറുങ്ങനായിട്ടൊരു ട്രാൻസ്പോർട്ട് ഇഷ്യൂ ഉണ്ടായിരുന്നു. പള്ളിയിൽ പോകാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ഓരോരോ ആൾക്കാർ മേലെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അത് ഈവൻ ചർച്ച് വാനിൽ നവീനന്റെ ജോലി കാരണം ആ സമയത്ത് ചർച്ച് വാനിലും പോകാൻ പറ്റില്ല. നമുക്കിങ്ങനെ ഓരോരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് പോകണം. ഞാൻ കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവേ, നമ്മുടെ പ്രശ്നം അറിയുന്ന ദൈവമാണ്. ഓക്കെ, നമുക്ക് പള്ളിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ സാഹചര്യങ്ങൾ അങ്ങനെയല്ലായിരുന്നു, ഫേവറബിൾ അല്ലായിരുന്നു. ഈ ട്രാൻസ്പോർട്ടിന് ചെറിയ ഇഷ്യൂ. അപ്പം ദൈവം എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നവീൻ്റെ അടുത്ത് പറയും കമ്പനിയിൽ ഒന്ന് സംസാരിക്കാം, ബോസിൻ്റെ അടുത്ത് സംസാരിക്കാം. ഓക്കെ, കമ്പനി ട്രാൻസ്പോർട്ട് തരാൻ. അപ്പൊ ഞാൻ നവീൻ്റെ അടുത്ത് പറഞ്ഞു, നവീദ, നീ ഒന്ന് ബോസിൻ്റെ അടുത്ത് സംസാരിക്ക്. നവീദ ഒന്ന് സംസാരിക്ക്, കമ്പനി വക ഒരു വാഹനം കിട്ടാൻ. അപ്പോൾ നവീദ് പറഞ്ഞു, നീ എന്ത് പറയുന്നത്? എന്നെക്കാട്ടും ഭയങ്കര ശമ്പളം കിട്ടുന്ന ആൾക്കാർക്ക് ഇതുവരെ വണ്ടി കൊടുത്തിട്ടില്ല, എന്നിട്ടാണ് ഞാൻ പോയിട്ട് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അവരും നിങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. അവർക്ക് യേശുവിനെ അറിയത്തില്ല. നിങ്ങൾ യേശുവിനെ അറിയുന്ന ഒരു വ്യക്തിയാണ്, ദൈവവിശ്വാസിയാണ്. നിങ്ങൾ പോയി സംസാരിക്കും, ദൈവം പ്രവർത്തിക്കും. നിങ്ങളുടെ ത്രൂ ദൈവം പ്രവർത്തിക്കും. ഓക്കെ. അപ്പം നവീദിനൊരു ഇതുപോലെ ശക്തി കിട്ടിയ പോലെ അവൻ, ഞാൻ പോയി സംസാരിക്കാം. ധൈര്യം കിട്ടിയ പോലെ അവൻ നവീദ് പോയി ബോസിൻ്റെ അടുത്ത് സംസാരിച്ചു. ബോസ് പറഞ്ഞു, ഞാൻ നോക്കട്ടെ. ഇല്ല, വേണ്ട, പറ്റത്തില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നോക്കട്ടെ, ഞാൻ സംസാരിച്ച് നോക്കട്ടെ, വലിയ ആൾക്ക് ഞാൻ ബോസിൻ്റെ അടുത്ത് സംസാരിച്ച് നോക്കട്ടെ. അവരെക്കാട്ടും ഹയർ അതോറിറ്റീസ് ഉണ്ടല്ലോ, ഞാൻ ഡയറക്ടർ അടുത്ത് സംസാരിച്ച് നോക്കട്ടെ, ഹോപ്പൊന്നും വെക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. നമ്മൾ ഹോപ്പ് ഇവരെ മേലല്ലല്ലോ, നമ്മൾ ഹോപ്പ് കർത്താവിന് മേലല്ലേ. എല്ലാം ചെയ്യാൻ പറ്റുന്ന ദൈവം. അപ്പം നവീൻ എൻ്റെ അടുത്ത് പറഞ്ഞിടാ, ഇങ്ങനെയാ പറഞ്ഞു, ഹോപ്പ് വെക്കണ്ടെന്ന് പറഞ്ഞു. സാരമില്ല, ഒരു കുഴപ്പമില്ല, യു വിൽ ഫൈൻഡ് ഫേവർ ഇൻ ദിയർ ഐസ്. ഓക്കെ, ഒന്നും കുഴപ്പമില്ല, നിങ്ങൾ വിഷമിക്കണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഇങ്ങനെ 2-3 മാസം പോയതിന് ശേഷം ഞാനൊരു ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ നല്ല മണത്തിന് എയർ ഫ്രഷ്നർ വെക്കത്തില്ലേ, എയർ പ്യൂരിഫയർ വണ്ടിയിൽ വെക്കുന്നത്, അത് ഞാൻ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് അതിന് മേലെ പോയി. ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ദൈവത്തിന് ആത്മാവിനെ പറഞ്ഞു, അത് വാങ്ങുമോളെ, അത് വാങ്ങ്. ഞാൻ എന്തിനാ ഇത് വാങ്ങുന്നു, വണ്ടി വരെ കിട്ടിയിട്ടില്ല, ഒന്നും അറിഞ്ഞു. എന്നാലും ആ ഒരു ദൈവം ഇങ്ങനെ സംസാരിക്കുന്ന പോലെ ഇങ്ങനെ കേൾക്കുന്നതുകൊണ്ട് ഞാനത് എടുത്തിട്ട് ട്രോളിയിലിട്ടു. നവീദ് പറഞ്ഞു, നീ എന്തിനാ ഇതെടുത്ത് ട്രോളിയിൽ ഇട്ടിരിക്കുന്നത്, എനിക്ക് വണ്ടിയൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ദൈവം എൻ്റെ അടുത്ത് ഇപ്പം സംസാരിച്ചിരിക്കുക, നമുക്ക് വണ്ടി കിട്ടും, എനിക്ക് കിട്ടും, നമുക്ക് കിട്ടും, നിങ്ങൾ വിഷമിക്കണ്ട, അതെടുത്ത് വാങ്ങ്. നവീദ് അത് വാങ്ങിച്ചു. പിറ്റേ ദിവസം നവീദ് ജോലിയും കഴിഞ്ഞിട്ട് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സ്മിത, നീ ഒന്ന് വിൻഡോ ഒന്ന് തുറന്നേ, ജനവാതിൽ ഒന്ന് തുറന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനു ജനവാതിൽ തുറക്കുന്നത്? അപ്പം നീ ഒന്ന് ജനവാതിൽ തുറന്നേ. അപ്പോൾ ആ ഫ്ലാറ്റ് താമസിക്കുന്ന എല്ലാവരുടെ വണ്ടി എനിക്ക് നല്ലോണം അറിയാം. കുറേ വർഷമായാലും ഞാൻ ആ ഫ്ലാറ്റിൽ താമസിക്കുന്നത്, ആ ബിൽഡിങ്ങിൽ താമസിക്കുന്നത്. എല്ലാവരുടെ വണ്ടികൾ എനിക്കറിയാം. അതിലൊരു വണ്ടി പുതുതായിട്ട് കാണുന്നു, ഒരു പിക്കപ്പ് ആണെങ്കിൽ പിക്കപ്പ് ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഒരു പുതിയൊരു വണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, വണ്ടി. അപ്പൊ ഞാൻ തിരിഞ്ഞു നവീനെടുത്ത് നോക്കി പറഞ്ഞു, ആ വണ്ടി നിങ്ങളെ വണ്ടിയല്ലേ? എന്ന് പറഞ്ഞിട്ട് ഉടനെ ഞാൻ ആ എയർ പ്യൂരിഫയർ എടുത്ത് താഴെ പോയി ഞാൻ അവിടെ കുത്തി. അവന്റെ കർത്താവേ സ്തോത്രം, നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ ആശകളും എല്ലാ പ്രശ്നങ്ങളും അറിയുന്ന ദൈവം നിങ്ങളാണ്. നിങ്ങളെ ഈ നമ്മളെ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്ത് കിട്ടിയല്ലോ, ദൈവത്തിന് സ്തോത്രം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ പാസ്റ്റർ, എനിക്കിപ്പോൾ 3 മക്കളുണ്ട്. ഓക്കെ, പക്ഷെ അവർക്ക് അവരുടേതായ ജീവിതമാണ്, അവരുടേതായത്. പക്ഷെ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ആ ലോൺലിനെസ് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. ഞാനില്ലേ, ഞാൻ കർത്താവിൽ വന്നതിന് ശേഷം, കർത്താവിന് വന്നതിന് ശേഷം എൻ്റെ കുറച്ച് സ്വഭാവങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒരു മുൻകോപിയായിരുന്നു, ഭയങ്കര അഹങ്കാരവും, ഭയങ്കര മുൻകോപം. ദേഷ്യം പിടിച്ചാൽ അടിച്ചു പൊട്ടിക്കും, എല്ലാം കൈ കാണുന്ന എല്ലാം അടിച്ചു പൊട്ടിക്കും. കല്യാണത്തിന് ശേഷമാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ദൈവം മനസ്സിലാക്കി തരുന്നത്. എങ്ങനെ നമ്മളെ പ്രവൃത്തിയിൽ, നമ്മളെ സംസാരത്തിൽ, നമ്മളെ വസ്ത്രദാനത്തിന് ആൾക്കാർ യേശു നമ്മളിൽ കാണണം. ഞാൻ വെള്ള വസ്ത്രം ഇടുന്നതിനോ പൊന്നിടാതിരിക്കുന്നതിനോ ഒന്നും എതിരല്ല. പക്ഷെ കർത്താവ് നമ്മളെ ഹൃദയം നോക്കുന്ന ദൈവമാണ്. നമ്മളെ ഹൃദയം ശുദ്ധമല്ലെങ്കിൽ പുറമേൽ എന്തായിക്കോട്ടെ ഒരു കാര്യവുമില്ല. പക്ഷെ കർത്താവ് എന്നെ ഒത്തിരി മാറ്റിയെടുത്തു. ഇപ്പൊ എനിക്ക് അങ്ങനെ മുൻകോപമോ, ദേഷ്യം വരും, പക്ഷെ ആ മുൻകോപം ഇല്ല, പെട്ടെന്നുള്ള ദേഷ്യമില്ല, പെട്ടെന്നുള്ള എടുത്തുചാട്ടലില്ല, അഹങ്കാരമില്ല, ഒന്നിനും കൊണ്ടൊരു ആശയില്ല. ദൈവം എന്താണ് എനിക്ക് തന്നിരിക്കുന്നത് അതിൽ തൃപ്തിപ്പെട്ടിട്ടിരിക്കുക. എനിക്ക് ആശകളില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ കർത്താവിനടുത്ത് പറയും, കർത്താവ്, എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, കർത്താവിന്റെ ഹിതാണെങ്കിൽ അതെനിക്ക് നടത്തി തരണം. അതല്ലെങ്കിൽ കുഴപ്പമില്ല. ഈ കോവിഡിന്റെ സമയം
2008 2008 എൻ്റെ രണ്ടാമത്തെ മോന് നൈജൽ, ഐ ഗേവ് ബർത്ത് ടു നൈജൽ. 2005 നെത്താനിയിൽ ജനിച്ചു. എല്ലാം നോർമൽ ഡെലിവറി ആയിരുന്നു, ഹെൽത്തി ബേബി ആയിരുന്നു. ഈവൻ നൈജലും 4 കിലോ ആയിരുന്നു. ഓക്കെ, പക്ഷെ നെത്താനിയിൽ അത്ര വെയിറ്റ് ഇല്ലായിരുന്നു, പക്ഷെ ഹെൽത്തി നോർമൽ ബേബി ആയിരുന്നു, നോർമൽ ഡെലിവറി ആയിരുന്നു. 2.9 ആയിരുന്നു നൈജൽ. ആ സമയങ്ങളിൽ എത്ര പ്രശ്നങ്ങൾ കൂടെ പോയിക്കൊണ്ടിരുന്നാലും ദൈവം ഗോഡ് നെവർ അലൗസ് യു ടു ഗോ ത്രൂ എ സിറ്റുവേഷൻ വിച്ച് യു കനോട്ട് ഓവർകം. ഒരിക്കലും കർത്താവ് നമ്മൾ ഒരു സിറ്റുവേഷൻ ഇടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, നമ്മൾക്ക് പുറത്ത് വരാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ദൈവം ഒരിക്കലും ആ പൊന്നിന്റെ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കി. എങ്ങനെയാ പൊന്നിന് തീ കൂടെ പോയിട്ടല്ലേ പൊന്നിന് ഉണ്ടാക്കുന്ന ആൾക്കാർ, ആ ഗോൾഡ് സ്മിത്ത്. അതുപോലെ നമ്മൾ വിശ്വാസം വർദ്ധിക്കാൻ, വി കൻ ഗ്രോ ഫോർ അവർ ഫെയ്ത്ത് ടു ഗ്രോ. നമ്മൾ ഓരോരോ സിറ്റുവേഷനിൽ കൂടെ ദൈവം പോകാൻ വിടും. നമ്മൾ സ്ട്രോങ് ആക്കേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ മനസ്സിലാക്കി. ദൈവം എന്നെ ഒത്തിരി മാറ്റിയെടുത്തു. എൻ്റെ കുറേ സ്വഭാവങ്ങൾ, ലൈക്ക് ഈ മുൻകോപവും പരിസ്ഥിതി ഒന്നും നോക്കില്ല, ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും പറയും. അതെല്ലാം നിർത്തി, അതെല്ലാം മാറ്റിയെടുത്തത് എനിക്ക് ദൈവത്തിന് ഒരു ഭയം വന്നു. ലൈക്കിനോ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ പാടില്ല. വചനം പറയുന്നുണ്ടല്ലോ, നമ്മളിൽ നിന്ന് വരുന്നതാണ്, നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്നതാണ് നമ്മൾ മീൻസ് ലൈക്ക് അൺക്ലീൻ ആക്കുന്നത്, ശുദ്ധമാക്കുന്നത്. ഓക്കെ, ഈ നൊണ പറയല്, ദേഷ്യം പിടിക്കല്, നമ്മൾ ഒരാൾക്കാരെ നോവിക്കുന്നത്, അതൊക്കെ പാടില്ല. അതെല്ലാം ദൈവം എന്നെ ആ വചനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ഞാൻ എന്നെ ഒത്തിരി മാറ്റിയെടുത്തു ദൈവം. ഈ കോവിഡിന്റെ സമയത്ത് തന്നെ 2021 അത് കോവിഡ് ഭയങ്കര ഹൈ ആയ സമയത്ത് എനിക്കും എൻ്റെ അനിയത്തി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ബഹ്റൈനിൽ ഇന്ന് കുറച്ച് സമയം ചെലവഴിക്കാൻ. അവൾക്കും എനിക്കും നവീദിനും കൊറോണ കിട്ടി, ഒത്തിരി സുഖമില്ലാതായ. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ 3 ആ സമയത്ത് ചെറിയ മോനല്ലായിരുന്നു, എൻ്റെ 3 മക്കളെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണമേ ദൈവമേ. അവർക്കൊന്നും നമുക്ക് 3 പേർക്കും കിട്ടിയിട്ടുണ്ടെങ്കിലും 3 മക്കൾക്ക് അത് തൊട്ട് ഇല്ല, ഒന്നും വന്നിട്ടില്ല. ദേ വർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഗോഡ് കെപ്റ്റ് ദം അണ്ടർ ഹിസ് വിങ്സ്. ഓക്കെ, ലൈക്ക് നമ്മൾ എന്നാൽ മേ ബി ഞാൻ പറയും, നവീദ്, നമ്മൾ ഈ കൊറോണ സീരിയസ് ആയിട്ട് എടുക്കാത്തതുകൊണ്ട് കർത്താവ് നമ്മളൊന്നും ഫോളോ ചെയ്തില്ല, അതൊന്നും അറിയട്ടെ. അതുകൊണ്ടായിരിക്കും നമുക്ക് 3 പേർക്കും കിട്ടിയതെന്ന്. അല്ലാതെ ഒരു വർഷം ഒന്നും ഇല്ലായിരുന്നു. 2019 ഓൾമോസ്റ്റ് ആ സമയത്തല്ലേ ഇതെല്ലാം ഭയങ്കര ഹൈ ആയിട്ട് പോയത്. 2020 നമ്മളൊന്നും മാസ്ക് ഒന്നും ഇടാതെ ഇങ്ങനെ നടക്കുക, അങ്ങനെയൊക്കെ ഒന്നും സീരിയസ് ആണ്. അത് കേൾക്കാൻ വേണ്ടി കർത്താവ് വിചാരിക്കണം, ഓക്കെ, ഇവര് ഒന്നും സീരിയസ് നിയമപ്രകാരം ഒന്നും നോക്കുന്നില്ല. അതുകൊണ്ടായിരിക്കും കോവിഡിന് സമയത്ത് അത്. എൻ്റെ ജീവിതത്തിൽ വേറൊരു വലിയൊരു അത്ഭുതം ചെയ്യുന്ന 2015 ഞാൻ ആ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു. നറ്റാനിൽ വയറ്റിലുള്ള സമയത്തായിരുന്നു. എൻ്റെ സിസ്റ്റർ പറഞ്ഞു, എടാ നീ എത്ര ഡിപ്പെൻഡ് ചെയ്യും, ആൾക്കാർ മേലെ എത്ര, നീ അഭേദം മേലെ ഡിപ്പെൻഡ് ചെയ്യണം. എനിക്ക് സ്വന്തം ഒരു കാറ് വേണം, അല്ലെങ്കിൽ സ്വന്തം ഒരു ലൈസൻസ് എടുക്കണ ഒരു ആഗ്രഹമില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട്. വേറെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വണ്ടി ഓടിച്ച് പോകുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത്ര അത്യാവശ്യമൊന്നുമല്ല. നിന്ന് ഇപ്പോൾ കൊണ്ടുവന്നു വെച്ചാൽ എന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ കൊണ്ടുപോയി സൗമ്യ. ബിക്കോസ് ഇങ്ങനെ ഡിപ്പെൻഡന്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് വുമൻ ആയിട്ടിരിക്കും. അപ്പം എവിടെ പോകണമെങ്കിലും, പള്ളി പോകണമെങ്കിലും, അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകണമെങ്കിൽ, എവിടെ പോകുന്ന എനിക്ക് നിന്റെ വണ്ടി എടുത്തിട്ട് പോയിക്കൂടെ, ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അവർ പറഞ്ഞു, ഓക്കെ നമുക്ക് പോവാം. എന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ലേണേഴ്സ് ലൈസൻസ് എടുത്തു. ആ സമയത്തില്ലേ പാസ്റ്റർ, മാനുവൽ ഡ്രൈവിംഗ് ആയിരുന്നു. മാനുവൽ അങ്ങനെ എൻ്റെ തലയിൽ കയറാത്ത സംഭവമായിരുന്നു അത്. വണ്ടിയെല്ലാം ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകും. അപ്പം ആദ്യത്തെ ടെസ്റ്റിന് പോയപ്പം ഞാൻ തോറ്റുപോയി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എന്താ ആശയോടെ ഞാൻ പോയിട്ട് എൻ്റെ ടെസ്റ്റ്, ഞാൻ ഒരിക്കലും നമ്മൾ കർത്താവിനോട് ചോദ്യം വേണം. യു മസ്റ്റ് നെവർ ക്വസ്റ്റ്യൻ ഗോഡ്, ബിക്കോസ് അതിന് പിന്നിലൊരു പേർപ്പസ് ഉണ്ട്. നമ്മളെല്ലാം പഠിക്കണ്ടേ, ശരിക്കും നല്ലോണം പഠിക്കണമല്ലോ. നമ്മൾ കർത്താവ് എല്ലാ ആൾക്കാരും ഇവിടുത്തെ ഓട്ടോമാറ്റിക് കാറിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. എത്ര വർഷമായി ഇവരിങ്ങനെ മാനുവൽ ഡ്രൈവിംഗ് ഇങ്ങനെ കാറിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു. ഒന്നീ നിയമം ഒന്ന് മാറ്റിത്താ യേശുവപ്പ, നിങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഭയങ്കര കഷ്ടമായത് മാനുവൽ ഡ്രൈവിംഗ് പഠിക്കാൻ, മാനുവൽ കാറിൽ ഓടിക്കാൻ ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ജോയിൻ ചെയ്യണം. 3 ക്ലാസ് ഉണ്ട് എനിക്ക് ആ ഓഫീസറില്ലേ, ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്ത ഓഫീസർ പറഞ്ഞു, നിങ്ങളുടെ ഡ്രൈവിംഗ് ശരിയില്ല, 3 ക്ലാസ്സും കൂടെ പോകണം. 3 ക്ലാസ് പറഞ്ഞാൽ 2 മണിക്കൂറാണ് ഓരോരോ ക്ലാസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ കാണാൻ എൻ്റെ ഇൻസ്ട്രക്ടർ എന്നെ വിളിച്ചു പറയുന്നു, അടുത്ത ആഴ്ച സ്മിത എനിക്കൊരു അത്ഭുതം, നീ എപ്പം പറയല്ലേ മാനുവൽ കാർ ഇഷ്ടമല്ല, ഞാനൊരു ഗുഡ് ന്യൂസ് തരട്ടെ. ഞാൻ പറഞ്ഞു, എന്താണ് സാർ ഒന്ന് പറഞ്ഞ്. ഇനി ഓട്ടോമാറ്റിക് കാറിലാണ് പഠിപ്പിക്കാൻ പോകുന്നത്, നിയമം മാറിയെന്ന്. ഐ വാസ് ലൈക്ക്, ദൈവമേ,
ഓട്ടോമാറ്റിക് കാറിൽ പഠിപ്പിക്കാൻ പോകുന്നു. ഇല്ല ഇല്ല, കാരണം ഇവിടെ എല്ലാവരും മെജോറിറ്റി ഓട്ടോമാറ്റിക് കാറിലാണ് ഓടിക്കുന്നത്. വെരി റെയർ കുറച്ച് ആൾക്കാരാണ് ഈ മാനുവൽ കാർ ഓടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിയമം മാറി. അപ്പൊ എനിക്കൊരു എസ്തർ പോലെ ഒരു ഫീലിംഗ് വന്നു. എസ്തർ ഇങ്ങനെ പ്രാർത്ഥിച്ചത് ദൈവം നമ്മൾ പറയത്തില്ല രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുന്നതെന്ന്. ആ ഒരു ഫീലിംഗ് വന്നു. ഞാൻ പറഞ്ഞു ദൈവമേ ഒത്തിരി സ്തോത്രം, നിങ്ങളെ എന്റെ ഈ ഇത് പ്രശ്നമൊന്നും മാറ്റി തന്നല്ലോ, തീർത്ത് തന്നല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക് കാറിലോ അപ്പോൾ ഞാൻ പെട്ടെന്ന് പഠിച്ചു. സെക്കൻഡ് ടെസ്റ്റ് ഞാൻ പാസ്സായി, എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. കാറും പാവന്റെ അമ്മയാണ് എനിക്ക് വാങ്ങിച്ചു തന്നെ ആ സമയത്ത്. വണ്ടിയൊക്കെ സ്വന്തം വണ്ടിയൊക്കെ ആയി. ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, ട്രാൻസ്പോർട്ടിന്റെ പ്രശ്നമുള്ള ആരുണ്ടെങ്കിലും അവരെൻ്റെ അടുത്ത് ചോദിച്ചാൽ അത് എത്ര ദൂരെ ആയിക്കോട്ടെ ഞാൻ പോയിട്ട് അവരെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ദൈവമേ അത് എനിക്ക് ട്രാൻസ്പോർട്ട് പ്രശ്നങ്ങൾ എല്ലാവരും ഞാൻ സഹായിക്കും. പക്ഷെ അങ്ങനെ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്മിത നമ്മൾ ഡ്രോപ്പ് ചെയ്യുമോ, എന്നെ ഡ്രോപ്പ് ചെയ്യും, ഞാൻ ഉടനെ പോകും. അവർ എത്ര ദൂരമായാലും ഞാൻ ഡ്രോപ്പ് ചെയ്യും, എനിക്കൊരു കുഴപ്പമില്ല. കുട്ടികളുണ്ടോ ആരുണ്ടോ എന്നൊന്നും ഞാൻ നോക്കാറില്ല, ഞാൻ സഹായിക്കും. കാരണം ഞാൻ കർത്താവ് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, വണ്ടി എനിക്ക് ദൈവം തന്നുകൊണ്ട് അത് ആർക്ക് അതിൻ്റെ ആവശ്യം വന്നാലും ഞാൻ ഞാനുണ്ടാവും സഹായിക്കാൻ. അങ്ങനെ ഇങ്ങനെ സഹായിക്കുന്നുണ്ട് ആൾക്കാരെ, വണ്ടിയില്ലാത്ത ആൾക്കാരെ ഇങ്ങനെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ. പിന്നെ എനിക്ക് ഞാൻ മുംബൈയിൽ പോയിട്ട് തിരിച്ച് ഇവിടെ വന്നപ്പോൾ വേറെ ഞാൻ 6 മാസം അവിടെ ട്രീറ്റ്മെന്റ് എടുത്തു. 6 മാസം ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം അച്ഛൻ അവിടുന്ന് ഡോക്ടർമാരുടെ സംസാരിച്ചു. അവർ പറഞ്ഞു ഓക്കെ റിപ്പോർട്ടൊക്കെ അയക്കണം. അങ്ങനെ പണം ആ സമയത്ത് അഡ്വാൻസ് ടെക്നോളജി അങ്ങനെ ഇല്ലായിരുന്നല്ലോ, ഓൺലി ഫാക്സും അതൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടർമാരും ഇവിടുത്തെ ഡോക്ടർമാരും എഗ്രിമെന്റ് ചെയ്തിട്ട് അവർ പറഞ്ഞു ഓക്കെ ഫാക്സ് റിപ്പോർട്ടിൽ അയക്കാം, കുട്ടിയെ അവിടുന്ന് ട്രീറ്റ്മെന്റ് എടുക്കാം. ഇവിടെ വന്നതിന്റെ ശേഷമാണ് ഞാൻ ഒരു 8ാം സ്റ്റാൻഡേർഡ് പഠിക്കുമാണ് പിന്നെയും യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് അമ്മയും ഞാനും അച്ഛനും നമ്മൾ 3 പേരും സ്നാനം എടുത്തു. അനിയത്തിയാണെങ്കിൽ 2 വർഷത്തിന് ശേഷമാണ് സ്നാനപ്പെട്ടത്. കാരണം ചെറിയ കുട്ടിയായിരുന്നു അവള്. പക്ഷെ ഞാനും അച്ഛനും അമ്മയും അതിന്റെ ശേഷമായിരുന്നു കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു, സ്നാനപ്പെട്ട് പൂർണ്ണമായിട്ട് ഈ വിശ്വാസത്തിലേക്ക് വന്നത്. പിന്നെ ചർച്ച് ഓഫ് ഫിലഡൽഫിയയിലായിരുന്നു നമ്മൾ പോകാൻ തുടങ്ങിയത്. അവിടുത്തെ പാസ്റ്റർ ആ സമയത്ത് പാസ്റ്റർ വിട്ടായിരുന്നു. പാസ്റ്റർ വിറ്റ് എന്നാ പറഞ്ഞത്. ഇപ്പം ആ പാസ്റ്റർ അവിടെ ഇല്ല, അപ്പം US സെറ്റിൽഡ്. ഇപ്പം നമ്മുടെ മെയിൻ പാസ്റ്റർ ജേക്കബ് ചാണ്ടിയാണ്. ഇപ്പോഴും ഇപ്പോൾ 30 വർഷത്തോളമായി നമ്മൾ ഇതേ പള്ളിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല സ്നേഹിക്കുന്ന ആൾക്കാരും എല്ലാ കാര്യത്തിലും നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മളോട് കൂടെ നിൽക്കാനുള്ള ആൾക്കാരാണ് നമ്മളെ പള്ളിയിൽ വരുന്ന ആൾക്കാർ. 2008 ഞാൻ എനിക്ക് എൻ്റെ മോനും എൻ്റെ മൂത്ത മോനും എൻ്റെ ഹസ്ബൻഡ് നവീദ് പാകിസ്ഥാനിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സമയം 2001 മെയ് 4 നമ്മളെ കല്യാണം നടന്നത്. പക്ഷെ ആ സമയം തൊട്ട് ഈ വർഷം വരെ എനിക്ക് അങ്ങോട്ട് പോകണമെന്നൊരു താല്പര്യം ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. എല്ലാവരും അവിടുത്തെ നവീദിന്റെ അച്ഛനും അമ്മയും നല്ല സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞില്ല എൻ്റെ നവീദിന്റെ എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ മൈ മദറിൻലോ. നവീദിന്റെ അമ്മ എന്നെ സ്വപ്നത്തിൽ കണ്ടിന്. അപ്പൊ എന്റെ ഫോട്ടോ കണ്ടപ്പോൾ ഉടനെ അമ്മ പറഞ്ഞു അയ്യോ ഇത് ഞാൻ സ്വപ്നത്തിൽ കണ്ട ഒരു കുട്ടിയാണല്ലോ, ഇത് ഞാൻ എൻ്റെ മരുമോളായിട്ട് സ്വീകരിക്കുന്നു, എൻ്റെ ഹൃദയം നിറഞ്ഞ് ഞാൻ സ്വീകരിക്കുന്നു എന്നിട്ട് കല്യാണത്തിന് ഓക്കെ പറഞ്ഞത്. 2 പേര് അച്ഛനും അമ്മയും അവിടുത്തെ അനിയത്തി. നവീദിന് 3 അനിയന്മാരും നവീദും കൂടെ ചേർന്ന 4 ആൺമാരാണ് ഈ കുടുംബത്തില്. പിന്നെ നവീദിന്റെ 2 അനിയത്തിമാർ. നവീദാണ് ഏറ്റവും മൂത്ത മോൻ. അപ്പോ 2008 നവീദും എൻ്റെ മൂത്ത മോനും പാകിസ്ഥാനിൽ പോയപ്പം എനിക്ക് എന്തിലോ മോനെ ഒത്തിരി മിസ് ചെയ്യുന്നോണ്ട് എനിക്ക് എങ്ങനെയോ പാകിസ്ഥാനിൽ ഒന്ന് പോകണം എന്നൊരു ഇത് വന്നു. അപ്പം ഞാൻ ഇവിടെ പാകിസ്ഥാൻ എംബസി പോയിട്ട് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ആ സമയത്തിൽ ഇവിടെ എല്ലാവരും പറഞ്ഞു അയ്യോ മോളെ നീ അവിടെ പോകുന്നുണ്ടെങ്കിൽ നീ സൂക്ഷിക്കണേ, അവിടെ ഭയങ്കര ഇതാണ്, പാകിസ്ഥാൻ ദേശത്തിലാണ് നീ പോകാൻ ഉദ്ദേശിക്കുന്നത്. അമ്മയും പറഞ്ഞു അയ്യോ മോളെ നിനക്ക് പോകണോ, നവീദും മോനും ഓൾറെഡി പോയി കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് പോയി, ഞാനെന്ത് ചെറിയ കുട്ടിയാണോ, ദൈവം എൻ്റെ കൂടെ ഉണ്ടാവുമ്പോൾ ഞാൻ എന്തിനു വായിക്കുന്നത്, ഹീസ് മൈ പ്രൊട്ടക്ടർ, ഹീസ് മൈ ഷീൽഡ്, ഞാൻ എന്തിനാ ഹീസ് മൈ എവറിത്തിങ്. അപ്പൊ എൻ്റെ കൂടെ ദൈവമുണ്ട്, എനിക്ക് ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റുമോ എന്നോട്. അപ്പോൾ ഞാൻ എംബസി പോയി, ഞാൻ വിസ എല്ലാ ഡോക്യുമെന്റ്സും ഞാൻ കൊടുത്തു, പാസ്പോർട്ട് കോപ്പി, CPR കോപ്പി, പിന്നെ അവർ പറഞ്ഞു മാരേജ് സർട്ടിഫിക്കറ്റ്, അറ്റസ്റ്റഡ് മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, എല്ലാ ഡോക്യുമെന്റ്സും ഞാൻ സബ്മിറ്റ് ചെയ്തു. അവർ പറഞ്ഞു നമ്മൾ വിളിക്കാന്ന്. 2 ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ കിട്ടി. അത് വേറൊരു അത്ഭുതമായിരുന്നു. ഞാൻ എല്ലാ ദൈവത്തിന്റെ കർത്താവ് പറയുന്നുണ്ട് കാസ്റ്റ് യുവർ ബേർഡൻസ് അൺ ടു മീ, എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് തരിക, എല്ലാ ഭാരങ്ങളും എൻ്റെ കയ്യിൽ തരിക, ഞാൻ നോക്കിക്കോളാം എന്നുള്ള ആ ഒരു വചനമുണ്ട്. അപ്പം ഞാൻ കർത്താവിന്റെ കരങ്ങളിൽ ഞാൻ എല്ലാം ഞാൻ കൊടുത്തു. ഞാൻ പറഞ്ഞു കർത്താവ് എൻ്റെ ആശയമാണ്, എനിക്ക് മോനെ പിരിഞ്ഞിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ചെറിയ മോനെ ഒറ്റയ്ക്ക് പോയാൽ അച്ഛൻ കൂടെ ഉണ്ടെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് വിസ
കിട്ടണമെന്ന് പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ കിട്ടി. പാകിസ്ഥാനിൽ പോകണ്ട. അത് വേറെ ഒരു അത്ഭുതം. ഇവിടെ ഞാൻ എനിക്ക് വിസ കിട്ടിയെന്ന് നിനക്ക് വിസ കിട്ടിയോ? ഞാൻ പറഞ്ഞു ആ കിട്ടി. അയ്യോ 2 ദിവസത്തിനുള്ളിലോ? ഞാൻ പറഞ്ഞു അത് ദൈവത്തിന്റെ അത്ഭുതം കരം ഉണ്ടാകുമോ അതൊക്കെ അങ്ങനെ നടക്കും. ഓക്കെ. അപ്പോൾ മമ്മി പറഞ്ഞു മോളെ നീ അവിടെ പോകണേ, നീ സൂക്ഷിക്കണേ, അങ്ങനെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഓക്കെ. ഇവിടുത്തെ ആൾക്കാരും അങ്ങനെ തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഒരാളെയും ഭയമില്ല. ഞാൻ ഭയക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് മാത്രം. ഐ ഫിയർ ഓൺലി ഗോഡ്. ദൈവം എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ ഞാൻ ഒരു കാര്യത്തിനെ പറ്റി വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ അവിടെ പോയി. അവിടെ പറഞ്ഞാൽ ആദ്യം മീൻസ് അവിടെ ഒരു നിയമം പറഞ്ഞാൽ ഏത് അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് ആ അഡ്രസ്സിൽ നമ്മൾ പോയി താമസിക്കാൻ പാടുള്ളൂ. ഇസ്ലാമാബാദിലെ ടിക്കറ്റ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. പക്ഷെ അവിടുന്ന് സിയാൽകോട്ടിലേക്ക് പോകണം. അപ്പം ആദ്യം ഞാൻ ഇസ്ലാമാബാദ് ഇറങ്ങി. അവിടെ കുറച്ച് മണിക്കൂർ നിന്ന് പിന്നെ ഞാൻ നവീദിന്റെ അച്ഛനും അമ്മയും മറ്റുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് പോകുന്നതാണ് ഞാൻ വണ്ടിയിൽ. അപ്പോൾ ഞാൻ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് ഒരു 4-5 മണിക്കൂർ വണ്ടിയിൽ ഇരിക്കേണ്ടി വന്നു. അതിന്റെ ശേഷം ഞാൻ അവിടെ എത്തിയപ്പം ഞാൻ കുറേ ആൾക്കാരെ കണ്ടു. ഒരു ഒരു ഞാൻ പറയാം എത്ര ജനം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ആ മെയിൻ റോഡിൽ നിന്ന് നവീദിന് വീട്ടിന്റെ ആ ഗല്ലി വരെ, ആ ഏരിയ വരെ കുറേ ജനങ്ങൾ. ഞാൻ പറഞ്ഞു ഇതെന്താ വല്ല മേലെയായിട്ട് നടക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ നവീന്ന് ചോദിച്ചു ഇതെന്താ ഇത്ര ആൾക്കാർ? ഇതെല്ലാം എൻ്റെ ആൾക്കാരാ സ്മിത. എൻ്റെ ആൾക്കാർ, എൻ്റെ വീട്ടിന്റെ അടുത്തുള്ള താമസിക്കുന്ന നെയ്ബേഴ്സും അവരുടെ ആൾക്കാരാ, ആ വില്ലേജിലെ ആൾക്കാരാ. കാരണം സിയാർകോട്ട് വില്ലേജിലാണ് നവീദിന്റെ വീട്. വലിയ വീടാണെങ്കിൽ നല്ല വീടാണെങ്കിലും. ഞാൻ പറഞ്ഞു ഇത്രയും ആൾക്കാരോ? പറഞ്ഞു ജനം നിന്നെ കാണാൻ കൂടിയിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു യേശോപ്പാ ഓക്കെ. ഞാൻ വണ്ടിയിൽ ഇരുന്ന ഉടനെ മീൻസ് ഫയർ ക്രാക്കേഴ്സും വെടി കൊണ്ടും ഇങ്ങനെ വെടീൻ്റെ ഒരു ഗണ്ണുകൊണ്ട് അവർ ഫയർ ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു യേശോപ്പാ ഇതെന്തുവാ ഇത്? ഭയങ്കര ഈ പൊട്ടാസം പിടിക്കലും അവരെ ഒരു ഇതാണ് ഒരു ഗസ്റ്റിനെ വെൽക്കം ചെയ്യുന്ന ഒരു രീതിയാണ് ഇവരുടെ. വെടി വെടി ഫയർ എന്നാ പറയാൻ പറയുക വെടിവെക്കല് എവിടെ ഇങ്ങനെ ഗൺ ഷോട്ട്സ് ചെയ്യലും പൊട്ടാസം പൊട്ടിക്കല്. ഞാൻ പറഞ്ഞു യേശോപ്പ ഇതെന്താ വെടി പോകുന്നു? ഞാൻ അവിടെ ഇറങ്ങിയില്ല. അപ്പോൾ നവീദിന്റെ അമ്മ കാണാൻ വണ്ടീനെ വാതിൽ തുറന്നിട്ട് മോളെ പേടിക്കണ്ട, ഇങ്ങനെ നമ്മൾ സ്വീകരിക്കാന്നല്ല പറഞ്ഞു. ഇങ്ങനെയാണോ നിങ്ങൾ സ്വീകരിക്കുന്നത്? ഞാൻ അറിഞ്ഞില്ല. അമ്മ എന്നെ കൈ കൊണ്ട് പിടിച്ച് അമ്മ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഞാൻ അച്ഛന്റെ കാലൊക്കെ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു. അയ്യോ ആ സ്ഥലം തൊട്ടിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ മാല കൊണ്ട് നിൽക്കുക. ചീഫ് മിനിസ്റ്ററെ പോലും ഇങ്ങനെ വെൽക്കം ചെയ്തിട്ടുണ്ടാവില്ലെന്ന് എൻ്റെ ധാരണ. അപ്പം ആ വീട്ടിന്റെ മീൻസ് ആ റോഡ് കൂടെ നവീദിന്റെ വീട്ടിൽ എൻട്രി ചെയ്യുന്ന വരെ പൂക്കൾ കൊണ്ട് ഒരു ഇതായിരുന്നു, അഭിഷേകമായിരുന്നു. പൂക്കൾ കൊണ്ട് ഒരു അഭിഷേകം. എനിക്ക് ഒത്തിരി സന്തോഷം. ഞാൻ കേട്ട പോലെ ഒന്നുമല്ല അവിടുത്തെ ആൾക്കാർ. ഏനോ ഒത്തിരി സ്നേഹവും. പിന്നെ അവിടെ എന്നെ ഇരുത്തി അവിടെയും മാലകൾ ഇടാൻ തുടങ്ങി. പിന്നെ കുറേ സ്വീറ്റ്സ് തരാൻ തുടങ്ങി. കുറേ എണ്ണ ഇട്ടിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛനാണെങ്കിൽ എന്നെ ഇങ്ങനെ കുഴിച്ചിങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചു, അനുഗ്രഹിച്ചു. അപ്പൊ അവരെല്ലാവരുടെ കണ്ണിലും കണ്ണുനീരായിരുന്നു. ഇത്രയും വർഷത്തിന് ശേഷം 2001 കല്യാണം നടന്നത്. ആ സമയത്ത് ഇവരാർക്കും ഇവിടെ ബഹ്റിനിൽ പങ്കിടാൻ പറ്റിയിട്ടില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ഒരു സങ്കടം ലൈക്ക് അപ്പോ അപ്പൊ അപ്പൊ അമ്മ ആ സമയത്ത് പറഞ്ഞു നിന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ടതാ, അതുപോലെ ഇരിക്കുന്നു. കുറേ ഇങ്ങനെ പറഞ്ഞു സുന്ദരി മോളാണ്, എനിക്ക് ഒത്തിരി സന്തോഷമായി, ദൈവം എനിക്ക് നല്ലൊരു മോളെ തന്നേന്. അങ്ങനെ എൻ്റെ കണ്ണ് നിറഞ്ഞു ആ സമയത്ത്. എനിക്ക് ഒത്തിരി സന്തോഷം. ഇത്രയും സ്നേഹിക്കുന്ന ആൾക്കാർ. നമ്മൾ വിചാരിക്കും പാകിസ്ഥാൻ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ഇന്ത്യനോട് വെറുപ്പുള്ള ആൾക്കാരാണ്. അങ്ങനെ ഒന്നുമല്ല. അവരെ നമ്മൾ സ്നേഹിച്ചാൽ അവരെ നമ്മൾ സ്നേഹിക്കും. അവരെ ദ്രോഹിക്കുന്നതിന് എന്നെ കൊല്ലുന്ന അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒത്തിരി സ്നേഹമുള്ള. ഞാൻ എയർപോർട്ടിലും കയറിയപ്പം ഒരു പ്രശ്നമില്ല. അവർ എത്ര റെസ്പെക്റ്റോടെയാണ് എന്നെ ട്രീറ്റ് ചെയ്തതെന്ന് അറിയാം. ഇന്ത്യൻ ഒരാൾ വന്ന് അവർ ആക്ച്വലി വിചാരിച്ച ഞാൻ ആ ക്യൂവിൽ നിൽക്കുമ്പോൾ ഞാൻ പാകിസ്ഥാനിയാണെന്ന്. ഞാൻ ഇന്ത്യൻ നാഷണൽ വേറെ പാസ്പോർട്ട് ഹോൾഡേഴ്സിന്റെ ക്യൂവിലായിരുന്നു ഞാൻ നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയുള്ള ഓഫീസർ എന്നെ കണ്ടിട്ട് നിങ്ങൾ എന്തിനാ ഈ ക്യൂവിൽ നിൽക്കുന്നത്? ഇവിടെ ഞാൻ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ. ഓ ഓ ഓ സോറി എന്ന് പറഞ്ഞിട്ട് എല്ലാം അവർ നല്ല നല്ല റെസ്പെക്റ്റോടെ ട്രീറ്റ് ചെയ്തു. ഇമിഗ്രേഷന് തൊട്ടിട്ട് ഞാൻ പോയ സ്ഥലം വരെ തിരിച്ച് എല്ലാം നല്ലപോലെ അവരെന്നെ പൊന്നുപോലെ ട്രീറ്റ് ചെയ്തു. 4 പ്രാവശ്യം ഞാൻ ഓൾറെഡി പാകിസ്ഥാനിൽ പോയി. 2008 പോയി, 2010 പോയി, 2013 പോയി. പിന്നെ ഞാൻ പോയത് ഈ 2022 ഈ 2022 ഞാൻ പോകുന്നത് 9 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോഴും ആ സമയത്തും അവരതുപോലെ ആ സന്തോഷം. 9 വർഷത്തിന് ശേഷം നമ്മളെ ഭാബി, അവർ എന്റെ സിസ്റ്റർ ഇൻ ലോ ഭാബി എന്നാ വിളിക്കുക. അപ്പൊ അമ്മച്ചിക്കും അച്ഛനും ഭയങ്കര 9 വർഷത്തിന് ശേഷം പിന്നെയും എന്റെ മോള് വരുന്നത്. അതുപോലെ പൂക്കൾ കൊണ്ട് ഒരു മഴയായിരുന്നു വീട്ടില്.
പിന്നെയും പൊട്ടാസം പൊട്ടിക്കണേ. അവൻ ഇപ്പോഴും എന്തിനാ പൊട്ടാസം പൊട്ടിക്കണേ, ഞാൻ ആദ്യമായിട്ടല്ലല്ലോ വരുന്നത്, ഈ പൊട്ടാസം ഒന്ന് മാറ്റി വെക്കുക, എനിക്കത് വേണ്ട. അങ്ങനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അവിടുത്തെ ആൾക്കാർ. ലൈക്ക് പിന്നെ ഞാൻ അവിടുത്തെ പള്ളിയിലും കുട്ടികളില്ലാത്ത, കാരണം എനിക്ക് ആക്ച്വലി നേത്തൻ ജനിക്കുന്നതിന്റെ മുമ്പേ 4 മിസ്കാരേജ്, നൈജൽ ഉണ്ടാകുന്ന മുന്നേ 3 മിസ്കാരേജ്, ടോട്ടലി എനിക്ക് 7 മിസ്കാരേജസ് ഉണ്ടായിരുന്നു. എന്നാലും ദൈവം എനിക്ക് 3 ആൺകുട്ടികൾ കൊണ്ട് ദൈവം എന്നെ ബ്ലെസ് ചെയ്തു, അനുഗ്രഹിച്ചു. അത്ര സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ ഒന്നിനും കൊണ്ട് വിഷമിക്കണം. പ്രശ്നങ്ങൾ വരും, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നില്ലല്ലോ. അത് വചനവും പറയുന്നില്ലല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മള് ദൈവം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇടത്തില്ല. ഇപ്പൊ ഒരു പ്രശ്നത്തിലും ദൈവത്തിന് അറിയാം, വി വിൽ ബി ഏബിൾ ടു ഓവർകം ദാറ്റ്. അതില്ല, ദൈവം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒരിക്കലും എടുത്തില്ല. അത്രയും സ്നേഹിക്കുന്ന കരുതുന്ന ദൈവമാണ് എൻ്റെ ദൈവം. അപ്പം എൻ്റെ ഇൻലോസും എന്നെ എന്നെ ഡോട്ടർ ഇൻ ലോ അല്ലെങ്കിൽ സിസ്റ്റർ ഇൻ ലോ എന്നല്ല അവരെന്നെ വിളിക്കുന്നത്. എന്നെ മോള്, അമ്മ എന്നെ മോൾ എന്നാ വിളിക്കുക. അവിടുത്തെ നവീന അനിയത്തിമാർ എന്നെ ഭാബി എന്നാ വിളിക്കുക, സിസ്റ്റർ എന്നാ വിളിക്കുക. അങ്ങനെ ഇൻലോ എന്ന് പറഞ്ഞ വാക്കില്ല നമ്മൾ തമ്മിൽ. എല്ലാം സ്വന്തം ആൾക്കാരെ പോലെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. സോ ഐ എം റിയലി ബ്ലെസ്ഡ് ഇൻ എവറി വേ. അത് ഓൺലി ബിക്കോസ് ഓഫ് ഗോഡ്സ് ഗ്രേസ് ആൻഡ് മേഴ്സി. ദൈവത്തിന് ഒരേ ഒരു കരുണ, ഒരു കൃപ എന്നെ മേലുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതില്ലെങ്കിൽ ഞാൻ എവിടെയും ഇല്ല. വേറൊരു സംഭവം ഞാൻ പറയട്ടെ. അമ്മ എൻ്റെ കൂടെ 2020 വരെ ഉണ്ടായിരുന്നു. 2020 അമ്മ റിട്ടയർ ആയിട്ട് നാട്ടിൽ പോയി, എറണാകുളത്ത് പോയിട്ട് സ്ഥിരതാമസാക്കി. കാരണം അമ്മ എൻ്റെ സ്വന്തം വീട് അവിടെയാണ്, മാഹിയിലാണെങ്കിലും ബേസിക്കലി മാഹിയിലാണ്. എനിക്ക് ഈ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറുത്തൊരു സംഭവമായിരുന്നു. ഞാൻ പറഞ്ഞ ദൈവം എന്നെ എടുത്തു മാറ്റിന്ന്. ഇതിലൊരു സംഭവം ഇതായിരുന്നു. ഞാൻ വീട്ടിലെ ബാക്കി എല്ലാ ജോലിയും ചെയ്യും, തൂത്തുവാരും അലക്കും എല്ലാം ചെയ്യും, ക്ലീനിങ് വാഷിങ് എല്ലാം ഞാൻ ചെയ്യും. പക്ഷെ കുക്കിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് വെറുത്തൊരു സംഭവമായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് പുറത്തുള്ള ഭക്ഷണം കഴിക്കുന്നത് കണ്ണെടുത്ത് കണ്ടൂടാ. വീട്ടിൽ എന്തുണ്ടായിക്കോട്ടെ, പാവം നമ്മളെ അമ്മ കേരള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, ഇതെല്ലാം കഴിക്കും. ആ മീൻകറി, തേങ്ങ ഇട്ടിട്ടുള്ള മീൻകറി അല്ലാതെ ബാക്കി എന്തുണ്ടാക്കിയാലും നവീത് കഴിക്കും. പാവം, എല്ലാം ഇഷ്ടമാണ്. പാകിസ്ഥാനി ആണെങ്കിലും നവീദിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മ എന്തുണ്ടാക്കിയാലും. ചോറായിക്കോട്ടെ, തോരനായിക്കോട്ടെ, എല്ലാം കഴിക്കും. പക്ഷേ അമ്മ പോയതിന്റെ ശേഷം എനിക്ക് മനസ്സിലായി ഞാൻ സ്വന്തം എൻ്റെ കുക്കിംഗ് ഞാൻ തുടങ്ങണമെന്ന്. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇതെനിക്ക് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ആയ. ഞാൻ എൻ്റെ കിച്ചണിൽ ആ സ്റ്റിക്കർ ഇട്ടു, ഫിലിപ്പീൻസ് 4:13 ഐ കൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. ആ ഒരു സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് എൻ്റെ കിച്ചണിൽ. എപ്പോഴും ഞാനിങ്ങനെ എനിക്ക് കുറച്ച് കഷ്ടമായിട്ട് തോന്നുമ്പോൾ ഞാൻ ആ വചനം എടുത്ത് പറയും, ഐ കൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ്. ഞാൻ തകരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കിച്ചണാണ്. കാരണം 4 ആൾക്കാർക്കാണ് ഞാൻ പറഞ്ഞാൽ കുറച്ചേ കഴിക്കുള്ളൂ. പക്ഷെ ഭർത്താവിനും കുട്ടികൾക്കെല്ലാം നല്ലോണം ഭക്ഷണം കഴിക്കണം. അപ്പോൾ അത് ആ സമയത്തിലേക്ക് കർത്താവേ എനിക്ക് ശക്തി തരണമേ. യൂട്യൂബിൽ ഓരോരിത് കണ്ടിട്ട് എല്ലാം ഞാൻ പഠിച്ചു. എല്ലാ പലഹാരങ്ങൾ ഉണ്ടാക്കലും, ചോറുണ്ടാക്കുന്നു, ബിരിയാണി ഉണ്ടാക്കുന്നു, യൂട്യൂബിൽ കർത്താവ് എനിക്ക് ആ ബുദ്ധി തന്നു. അത് ഞാൻ ആദ്യം എല്ലാം പേപ്പറിൽ എഴുതി ഉണ്ടാക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ എല്ലാം ഉണ്ടാക്കും, പലഹാരങ്ങൾ ഉണ്ടാക്കും, ചോറുണ്ടാക്കും, പലതരത്തിലുള്ള ഫ്രൈഡ് റൈസും എല്ലാം ഉണ്ടാക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ആ ഒരു കാര്യം ഞാൻ പറഞ്ഞ, എൻ്റെ ജീവിതത്തിൽ എന്തായിക്കോട്ടെ വേറെ ഒരാളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, കർത്താവ് മാത്രം. എന്ത് പ്രശ്നത്തിൽ കൂടെ പോകുമ്പോൾ എനിക്ക് ആരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ. അച്ഛനെ മരിച്ചിട്ട് ഇപ്പൊ 12 വർഷം. ആരും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മളുടെ കൂടെ ഉണ്ടാവുമ്പോൾ when I'm clinging on to Jesus, I don't need anybody in my life. അത്രക്കും എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് എൻ്റെ കർത്താവ്. എനിക്ക് എല്ലാവരോടും എനിക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ, എൻ്റെ ഏറ്റവും വലിയ ആശയം, എനിക്ക് ആക്ച്വലി ക്യാൻസർ ഇതിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ഭാരമാണ്. അവർക്ക് വേണ്ടി എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം ഇപ്പോൾ ആണ്, എനിക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ഇതുവരെ എനിക്ക് ശരിക്കും ഇവർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഈ ഒരു ആഗ്രഹം ദൈവം എനിക്ക് ചെയ്തു തരണം എന്നുള്ള ഒരു നിവേദിച്ചു തരണം എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഇപ്പം എനിക്ക്. പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ആൾക്കാരും നമ്മളിപ്പോൾ കർത്താവിനെ അറിയുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. വി ഓൾ മസ്റ്റ് ഹാവ് ദാറ്റ് കറേജ്. ധൈര്യം ഉണ്ടാവണം പുറത്തു പോയിട്ട് ആൾക്കാരെടുത്ത് കർത്താവ് നമ്മളെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ പറയാനും. കർത്താവിന് ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മളെ പ്രവൃത്തിയിൽ, നമ്മളെ സംസാരത്തിൽ കൂടെ ആൾക്കാർ ക്രിസ്തുവിനെ അറിയും. അത് ഫോർ ഷുവറാണ്. ഓക്കെ. പിന്നെ നമ്മൾ കർത്താവിനെ പറ്റി പറയണം. എവരിവൺ മസ്റ്റ് നോ ദ സേവിങ് ഗ്രേസ് ഓഫ് ക്രൈസ്റ്റ്. ഗോഡ് സേവിങ് ഗ്രേസ് എല്ലാവരും അറിയണം. യേശുവിനെ പറ്റി അറിയാത്ത കോടികളുണ്ട്.
പക്ഷേ ഈ ഞാൻ പറയുന്നത് ഈ അരോമ ടി വി ഒത്തിരി നന്ദിയുണ്ട് ഞാനും ജോൺ പാസ്റ്ററിനോടും ഈ അരോമ ടി വിനോടും. ഈ ഈ ടി വി ത്രൂ ഈ പ്രോഗ്രാം കുറേ ആയിരം ആൾക്കാർ യേശുവിനെ അറിയട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ഈ നമ്മുടെ ടെസ്റ്റിമണീസ് ഹൃദയങ്ങളെ തൊടണം. ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ജീവിതത്തിന്റെ ഈ അത്ഭുതം ദൈവം ചെയ്തതിന്റെ ശേഷം അമ്മേന്റെ അനിയത്തി ഏച്ചിന്റെ മോള്, പിന്നെ വേറൊരു ഏച്ചിന്റെ മോളെല്ലാം ഈ വിശ്വാസത്തിൽ വന്നു. അവരെല്ലാം ഹിന്ദുക്കളായിരുന്നില്ലേ. അപ്പൊ അവരെല്ലാരും, ഈവൻ അമ്മേന്റെ ഏച്ചിയും ഈ ജീസസ് കോസ് മിനിസ്ട്രിയിലെല്ലാം പോകും. അവർക്കറിയാം യേശുവിനോട് പ്രാർത്ഥിച്ച എല്ലാം നടക്കും. പക്ഷെ ആ ഒരു മതം മാറുന്ന ആ ഇതൊന്നുമില്ല. അവന് മതമൊന്നും നമ്മൾ ജനിച്ചത് ഹിന്ദുവായിട്ടാ, മരിക്കുന്ന ഹിന്ദുവായിട്ട്, ആ ഒരു വിശ്വാസം വെച്ച്. പക്ഷെ അവർക്കറിയാം യേശുവാണ് ജീവനുള്ള ദൈവം എന്നുള്ള ആ വിശ്വാസം ഉണ്ട് അവർക്ക്. എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ കണ്ടതിന് ശേഷം അവരെല്ലാവരുടെ വായ അടഞ്ഞു. അവരാരും, നമ്മളിപ്പം നാട്ടിലെല്ലാം പോകുമ്പം ബൈബിൾ വായിക്കുമ്പോൾ ഒരെണ്ണം പറയത്തില്ലല്ലോ. ഈവൻ ആ വിഭൂതി ഇടാനും നമ്മളെ അടുത്ത് വരത്തില്ല. കാരണം അവർക്കറിയാം നമ്മളെ വിശ്വാസം വേറെയാ. ഈവൻ അമ്പലത്തിൽ പോകുമ്പോൾ അവർ നമ്മളെ അടുത്ത് പറയത്തില്ല നമ്മൾ അമ്പലത്തിൽ പോകുന്നേ വരുന്നോ. ഒന്നുമില്ല. കാരണം അവർക്കറിയാം നമ്മളെ വിശ്വാസം എന്താണെന്ന് അറിയാം. അപ്പം അവരെല്ലാവരും ദൈവത്തിൽ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അവരും മിക്കവാറും മതം അത് ഇതില്ല. പക്ഷെ അമ്മേന്റെ ഏച്ചിന്റെ മോളും അമ്മേന്റെ വേറെ ഏച്ചിന്റെ മോളെല്ലാം ഈ വിശ്വാസത്തിൽ വന്ന് അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. ഏന്നാ പക്ഷെ ഒരു ഏച്ചിന്റെ മോളും ബാപ്റ്റിസം എടുക്കുന്നതിന് മുന്നേ മരിച്ചുപോയി. ആ ഒരു ദുഃഖം എനിക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഷീസ് ഇൻ എ മച്ച് ബെറ്റർ പ്ലേസ് എന്നാ എനിക്കറിയാം. ആ ഒരു വിശ്വാസമുണ്ട്. കാരണം യേശുവിനെ സ്വീകരിച്ച ഒരു ചേച്ചിയായിരുന്നു അത്. അതുപോലെ ഞാൻ പറയാലോ, എൻ്റെ ഒരു ആഗ്രഹമാണ് കുറേ ആയിരം ആൾക്കാർ, യേശുവിനെ അറിയാത്ത ആൾക്കാർ ഈ ടി വി ത്രൂ പല ഈ ക്രിസ്ത്യൻ മീഡിയ ത്രൂ അറിയണം. ദൈവത്തിനെ അറിയണം, ദൈവത്തിന്റെ സ്നേഹം രുചിച്ചറിയണം. നമ്മളെല്ലാം ദൈവത്തിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞതാണ്. ദൈവത്തിന് നമ്മളെ യേശുവിനെ അപ്പച്ചനെ പോലെ നമ്മളെ സ്നേഹിക്കുന്ന ഓരോ ആളും ഉണ്ടാവും ഈ ലോകത്ത്. അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അനിയത്തിയൊക്കെ. ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിൽ ഞാൻ പറയാം, എപ്പോഴും എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ നിന്നത് യേശു മാത്രമാണ്. എൻ്റെ ഭർത്താവുണ്ട്, എൻ്റെ കുട്ടികളുണ്ട്. പക്ഷെ അവരവരുടെ ജീവിതത്തിൽ ബിസിയാണ്. പക്ഷെ എനിക്ക് ഒരിക്കലും ഐ നെവർ ഫെൽറ്റ് ലോൺലി ബിക്കോസ് മൈ ജീസസ് ഇസ് ദെയർ വിത്ത് മീ. ആ ഒരു ഫീലിംഗ് ആണ്. ഒന്നും കൂടിയും ഒരു പ്രാവശ്യം കൂടിയും ഞാൻ പാസ്റ്റർ ഡാനിയൽ ജോണിനോടും അരോമ ടിവിനോടും നന്ദി പറയുന്നു, എനിക്കൊരു അവസരം ഒരുക്കി തന്നതിന്. കർത്താവിൻ്റെ ദാസി പ്രിയ സ്മിത സിസ്റ്ററിൻ്റെ ജീവിതാനുഭവങ്ങൾ കേൾക്കാൻ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് മലയാളത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞു. അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കർത്താവ് പിന്നെയും പ്രിയ സിസ്റ്ററിനെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നമ്പ്യാർ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തി ആ പാരമ്പര്യ പശ്ചാത്തലത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് യേശുവിനെ സ്നേഹിക്കുവാനും യേശുവിനെ അറിയുവാനും പിൻപറ്റുവാനും ജീവിതത്തിൽ തീരുമാനമെടുത്തു. ആ തീരുമാനത്തെ ദൈവം മാനിക്കുകയും ആദരിക്കുകയും ചെയ്തു. അങ്ങനെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ജീവിതത്തിൽ സ്വാധീനിച്ചതുകൊണ്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ മകളായി ദൈവകൃപയിൽ ആയിരിക്കുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ പിന്നെയും ഏറെ ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ. അപ്രതീക്ഷിതമായി ജീവിതത്തിൽ വന്നതായ അതീവ ഗുരുതരമായ രോഗത്തിൽ നിന്ന്, അതായത് ബ്ലഡ് ക്യാൻസർ രോഗം ശരീരത്തെ കീഴടക്കി. വൈദ്യശാസ്ത്രം വിധി എഴുതി കേവലം 2 മാസം മാത്രമേ ഇനി ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന്. എന്നാൽ ദൈവത്തിൻ്റെ മുന്നമേയുള്ള പദ്ധതി ജീവിതത്തിൽ നിവർത്തിക്കപ്പെട്ടപ്പോൾ ദീർഘവർഷങ്ങളായി ഇതുവരെയും പിന്നീട് ഒരിക്കൽ പോലും ആ രോഗത്തിൻ്റെ ശക്തിക്കോ സ്വാധീനത്തിനോ വിധേയപ്പെടുവാനിടയാകാതെ ദൈവീയ വിടുതൽ പ്രാപിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ആ ശരീരത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ആ അത്ഭുത സൗഖ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബ്ലഡ് ക്യാൻസർ ബാധിച്ച് ബോൺമാരോ ടെസ്റ്റിന് വിധേയപ്പെട്ട് വളരെയേറെ വേദനയും കഷ്ടതയും ഒക്കെ ശരീരത്തിൽ അനുഭവിച്ചെങ്കിലും ദൈവം അത്ഭുതകരമായ വിടുതൽ തന്നു.
ദൈവസന്നിധിയിൽ നല്ല സാക്ഷ്യം പറയുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. പ്രിയ സിസ്റ്ററിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, കുഞ്ഞുങ്ങളെയും നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സൗഖ്യം, ആരോഗ്യം, ദീർഘായുസ്സും കർത്താവ് തരട്ടെ. അനേകർക്ക് ഈ സാക്ഷ്യം ഒരനുഗ്രഹമായി തീരട്ടെ എന്നും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ ഓരോ പ്രേക്ഷകർക്കും വ്യത്യസ്തമായ ഈ സാക്ഷ്യം പ്രത്യേകിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞു. പ്രിയ സിസ്റ്റർ ഒരു പാകിസ്ഥാൻ്റെ മരുമോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ നിലയിൽ പ്രിയ സിസ്റ്റർ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം കൂടി തൻ്റെ ജീവിതത്തിൽ താൻ ഇന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അവരുടേതായ ഒരംഗമെന്ന നിലയിൽ കൂടി ആ രാജ്യത്തെ കൂടി പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് നമ്മുടെ ചാനലിൽ വന്ന് ഈ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഇതുവരെയും അങ്ങനെ ആ ഒരു രാജ്യത്ത് നിന്ന് അല്ലെ ആ രാജ്യത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ നമ്മുടെ ചാനലിൽ ആരും തന്നെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടില്ല. പ്രിയ സ്മിത സിസ്റ്ററിനെ ദൈവം അതിനായിട്ട് ഒരുക്കി. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തീർച്ചയായിട്ടും പ്രിയ സിസ്റ്റർ പ്രത്യേകാൽ ആ നിലയിലും അഭിനന്ദനം കൊള്ളുന്നു. പാകിസ്ഥാനിലെ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ അരോമ ടി വിയിൽ കൂടി സിസ്റ്റർ പങ്കുവച്ചതായ ഇംഗ്ലീഷ് സാക്ഷ്യം അത് വലിയ ഒരു അനുഗ്രഹമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും സിസ്റ്ററിൻ്റെ സാക്ഷ്യം വിവിധ ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുവാൻ, അതിലൂടെ ദൈവനാമ മഹിമപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തിനുള്ള സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. ദൈവനാമം നമ്മിലൂടെ മഹിമപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ പ്രിയ കർത്താവേ, നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ സ്മിത സിസ്റ്ററിൻ്റെ സാക്ഷ്യം, ജീവിതാനുഭവങ്ങൾ അരോമ ടി വിയിലൂടെ കേട്ടുകൊണ്ടിരുന്ന ഓരോ പ്രേക്ഷകർക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ആമേൻ, ഈ വാത്സല്യ സഹോദരി തൻ്റെ ജീവിതത്തിൽ താൻ അഭിമുഖീകരിച്ച കടന്നുപോയ കഷ്ടതയുടെ ആ നാളുകളെ ഞങ്ങൾ ഇന്നെന്ന വണ്ണം ഓർക്കുന്നു. പ്രിയ മകൾക്ക് ദൈവം കൊടുത്ത അത്ഭുതകരമായ വിടുതലിനായി സ്തോത്രം. ആമേൻ. ഈ സാക്ഷ്യം കേൾക്കുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് ഒരാശ്വാസവും ഉറപ്പും പ്രത്യാശയും ധൈര്യവും പകരുവാൻ ദൈവമായി കർത്താവെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സിസ്റ്ററിൻ്റെ കുടുംബം, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവരെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അരോമ ടി വി ചാനലിലൂടെ സാക്ഷ്യം കേൾക്കുന്ന ആമേൻ വിവിധ ഭാഷകളിലെ ഈ സാക്ഷ്യം സന്ദേശങ്ങൾ കേൾക്കുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് അത് മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങളെ കേൾക്കുന്ന പല പ്രിയപ്പെട്ടവരും രോഗികളും ദുഃഖിതരും നിരാശിതരും ഭാരങ്ങളിലും പ്രയാസങ്ങളിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെയും ഞങ്ങൾ ഇത്തരണത്തിൽ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്മകളും അനുഗ്രഹങ്ങളും സമാധാനവും സന്തോഷവും കർത്താവിൻ്റെ വരവെങ്കിൽ ആമേ കാണപ്പെടുവാനുള്ള വലിയ പ്രത്യാശയും ഓരോ പ്രിയപ്പെട്ടവരുണ്ടായി വരുവാൻ സ്വർഗം കൃപ ചെയ്യണം. സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം, കൃപ കൊണ്ട് മറയ്ക്കണം. സകല മഹത്വവും കർത്താവിന് തരുന്നു. ക്രിസ്തുയേശുവിൻ അൻപുള്ളതായ നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ദയോടെ ഉത്തരമല്ല മാറാകണം. സ്വർഗസ്ഥ പിതാവേ, ആമേൻ. ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ച പ്രിയ സ്മിത സിസ്റ്ററിനുള്ളതായ നന്ദി സ്നേഹവിതരണത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. സൗഖ്യാരോഗ്യം ദീർഘായുസ്സും കർത്താവ് തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദിയും ഇത്തരത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ അനുഭവ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം.
വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.